right? Okay, during the course of the lecture, it would be better if you can actually talk. സംസാരിക്കുക, എന്തെങ്കിലും ചോദ്യമോ സംശയം ഉണ്ടെങ്കിൽ നിർദ്ദേശം ചോദിക്കുക. ഓക്കെ, കാരണം when I go to the next screen, ചിലപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ മെസ്സേജ് അയക്കുന്നത് കാണില്ല, അതുകൊണ്ടാണ്. And don't worry about being judged or anything. You are not judged. നമ്മൾ പഠിക്കാൻ വേണ്ടി വരുന്നതാണ്. Right? So shall I start the lecture today? Okay, so if പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലൈക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. And this is a little bit important for you for both prelims and for mains. Prelims ഇത്ര നാൾ അത്ര ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു, പക്ഷെ ഈ ഒരു വർഷം I think from 2021 or 2022 onwards you can see that its importance has actually gone up. Okay, so അതുകൊണ്ട് തന്നെ IR ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ഏരിയ തന്നെയാണ്, കാരണം യു ഗെറ്റ് ടു ലേൺ അബൌട്ട് വാട്ട്സ് ഗോയിങ് ഓൺ അറൗണ്ട് ദ വേൾഡ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് അഫക്റ്റിംഗ് അസ് ആസ് ഇൻ ഇന്ത്യ. Right? Okay, so I hope I'm audible and I'm going to go to the next, right? Okay, so innala, I don't know if I've told you my name. My name is Abin Yusuf Stalin. Okay, and we're going to start with international relations. ഈ ഒരു ഏരിയ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് IR ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റി വായിക്കാനോ കേൾക്കാനോ സംസാരിക്കാനോ ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓക്കെ, സോ ഇന്റർനാഷണൽ റിലേഷൻസ് പറയുമ്പോൾ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്? We're going to learn about other countries and we're going to learn about how India gets to deal with other countries. Okay, ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് തരാൻ പോകുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന എക്സാമിനേഷൻ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, അവർ ഫോക്കസ് വിൽ ഓൾവേസ് ബി അറൌണ്ട് ഇന്ത്യ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ത്യ നടക്കുന്ന കാര്യങ്ങളും അത് ബാക്കി കൺട്രീസുകളിൽ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നതായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്. സോ ഞാൻ പറയാൻ കാരണം നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻ പറയുമ്പോൾ പല ആൾക്കാരും പറയും ഓക്കെ യു ഹാവ് ടു ലേൺ അബൌട്ട് എവറിത്തിങ് എൽസ് ദാറ്റ് ഇസ് ഗോയിങ് ഓൺ ഇൻ അതർ കൺട്രീസ്. ബാക്കി കൺട്രീസിൽ കൂടെ പോകുന്ന എല്ലാ കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, പുതിയ പ്രസിഡന്റ് വന്നോ, പുതിയ പ്രൈം മിനിസ്റ്റർ വന്നോ, അല്ലെങ്കിൽ പുതിയ ഒരു പാർലമെന്റ് സിസ്റ്റം വന്നോ, എന്ത് സിസ്റ്റം വന്നോ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും എന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇഫ് യു ഗോ ത്രൂ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് you will understand that you need to learn everything with a link towards India. Okay, നമ്മുടെ എക്സാമിനേഷനിൽ എപ്പോഴും ഒരു ഫോക്കസ് വരാൻ പോകുന്ന ഇന്ത്യ ബേസ് ആയിരിക്കും. ഇന്ത്യ ബേസ് നടക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം. ഓക്കെ, സോ ഇവിടെ anything and everything that we learn about, especially in international relations, please remember you don't have to learn everything. You have to learn things which are only specific to India. Okay, now ഈ പടം എല്ലാരും കണ്ടിട്ടുണ്ടോ? Is there anyone here who wants to be an IFS officer, Indian Foreign Service? ആരെങ്കിലും ഇവിടെ ഫോറിൻ സർവീസിൽ പോകാൻ താല്പര്യമുള്ള ആരുമില്ല? നാളെ നിങ്ങൾ സിവിൽ സർവൻസ് ആണ്. അപ്പൊ നാളെ സിവിൽ സർവൻസ് ആകുമ്പോൾ ഇങ്ങനെ മടിയോ പേടിയോ ഒന്നും പാടില്ല. എവിടെ പോയാലും നമുക്ക് സംസാരിക്കാനോ നമുക്ക് ആരോടും തുറന്ന് പറയാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാവണം കേട്ടോ. So is there anyone here who wants to be an IFS officer? So I would like to be an IFS officer. You Priya, right? Diya. Yeah. IFS officer. Why do you want to be an IFS officer? Why? Do you have any specific reason? കാരണം ഉണ്ടോ എല്ലാവർക്കും? എന്തായിരിക്കാം? ഒന്ന് നമ്മൾ പറയാം എന്താ, you get to travel a lot. And trust me, as an IFS officer, you get to travel a lot. Okay? ഇന്നൊരു കൺട്രിയിൽ നാളെ വേറെ കൺട്രിയിൽ നമ്മൾ വിചാരിക്കും സ്വപ്നം മാത്രമാണ്, പക്ഷേ സ്വപ്നം മാത്രമല്ല. The government will actually end up sending you to so many different countries to fill up so many different positions that as an IFS officer, you actually get to travel the world. പക്ഷെ അവിടെ ഹൈലൈറ്റ് മാത്രമല്ല, ട്രാവൽ ചെയ്യുന്ന മാത്രമല്ല മെയിൻ പരിപാടി. എന്തായിരിക്കും നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞ് എപ്പോഴും എന്താണ്?
India representing. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക എന്നതായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി. It is any forum you go to or any country you go to, you're actually going there as India's diplomats. Okay. Now, ഇത് അത് ഉള്ളതുകൊണ്ട് തന്നെ, so do you know where this place might be? എവിടെയായിരിക്കും? Have you heard of this body called the UN? നോക്കുമ്പോ എന്താ എല്ലാ ഫ്ലാഗ് കണ്ടാ പോരെ അല്ലേ? UN ഫുൾ ഫോം അറിയോ? United Nations. Very good. United Nations. Okay. ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ് ആണ് ഏതാ? യുണൈറ്റഡ് നേഷൻസ് അല്ലേ? അതുകൊണ്ട് ഈ എന്താ പറയുക, നമ്മളിപ്പോ ഇങ്ങനെ പടം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ശരി ഇങ്ങനെ നമ്മൾ യു ഷുഡ് ഓൾവേസ് ബി മോട്ടിവേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ വൈ യു വോണ്ട് ടു ഡു ദിസ്. കാരണം ആ വൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴായാലും ഒരു എക്സാമിനേഷൻ പഠിക്കാനോ ആ എക്സാമിനേഷൻ പഠിച്ച് നമുക്ക് കയറി പോകാൻ ഒരു മോട്ടിവേഷൻ കാണും. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ദ വൈ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിയർ യു കൻ സീ ദർ ആർ ഫ്ലാഗ്സ് എവ്രിവെയർ. Really? Imagine you are a diplomat here and walking into this. The amount of pride you will have representing India as India's diplomat is huge. Okay, so please remember, നിങ്ങൾ പഠിക്കുന്ന വെറുതെ അല്ല, നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാ. You are going to represent India as India's diplomat in different missions. Okay. Now, yesterday and in every class I tell people, നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും റിമെമ്പർ there are always two things you have to remember before you start. And one, you have to go through the syllabus, and the second thing, you have to go through your previous year questions. Now, ഈ സിലബസ് എടുത്ത് നോക്കുമ്പോഴും ഇവിടെ നമ്മളിപ്പോ നോക്കുമ്പോൾ എസ്പെഷ്യലി ഇൻ IR എടുത്ത് നോക്കുമ്പോൾ one thing you realize is GS2ലാണ് നമ്മൾ ഏത് കാണുന്നത്? IR അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് കാണും. ആൻഡ് GS2 3 ഹെഡിങ്സ് കീഴിലാണ് ഇത് വരുന്നത്. ഏതാ? ഒന്ന്, international relations, which involves what? Bilateral, regional and global groupings. And please remember, ഇവിടെയാണ് focus വരുന്നത് എന്താ? Agreements involving India and or affecting India's interests. അല്ലേ? അപ്പൊ ഫോക്കസ് എവിടെയാണ്? ഫോക്കസ് ഇസ് ഓൾവേസ് അറൌണ്ട് ഇന്ത്യ. ഇന്ത്യക്ക് ആവശ്യമായ കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ശരിക്കും ഇന്റർനാഷണൽ റിലേഷൻസിൽ പഠിക്കേണ്ടത്. അതേപോലെ സെക്കൻഡ് ഹെഡിങ് നോക്കുക, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ്. ദാറ്റ് ഇസ് ഇന്ത്യയും ഇന്ത്യയുടെ സൈഡിലുള്ള ആൾക്കാർ. ഇപ്പൊ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ എന്താ? തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ യു ഓൾസോ ഹാവ് ടു ടോക്ക് അബൌട്ട് ദി അതർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഹിയർ, ടോക്ക് അബൌട്ട് ദി ഏജൻസീസ്, their structures, and please remember, you have to learn about their mandate. Okay, ഇത് പറയാൻ കാരണം maybe they can easily ask you, okay, ഈ ഒരു ഓർഗനൈസേഷൻ, let's say maybe സാർക്കിന്റെ മാൻഡേറ്റ് എന്താ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ you have to have an answer with it. Okay, so again, all of this is actually mentioned where they're all mentioned in the syllabus. Okay, then comes your effect on policies and politics of developed and developing countries on India's interests. Again, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കുന്നില്ല എന്തിനു വേണ്ടിയാ? എപ്പോഴും നമ്മൾ ഇന്ത്യയെ ചുറ്റുപറ്റി അല്ലെങ്കിൽ ഇന്ത്യ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് നമ്മൾ എപ്പോഴും GS2 ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട മെയിൻ കാര്യം. Okay, please remember, it's always around India. And the next is what we have to learn about the Indian diaspora. അപ്പൊ ഏത് കൺട്രിയിലെ ഡയസ്പോറ ഉണ്ട്, എത്രയുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, what are the difficulties that they go through. All of this you have to know because this is what is expected from you as a civil servant. Okay, കാരണം നമ്മുടെ ജോലി എളുപ്പമല്ലായിരിക്കും. സിവിൽ സർവന്റ് ആവുമ്പോൾ നമുക്കുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും they are all going to be a little bit more difficult than you can actually think of. So which is why they expect you to know these things. Okay, നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് നമുക്ക് സിമ്പിൾ ആയിട്ട് വേണ്ടി ഒഴിഞ്ഞു മാറാം, പക്ഷെ ഇല്ല, നമ്മൾ സിവിൽ സർവൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 3 കാര്യം കണ്ടോ, ഈ സിലബസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എപ്പോഴും ദ ഫോക്കസ് ഇസ് ഓൾവേസ് അറൌണ്ട് ഇന്ത്യ. ഓക്കെ,
സപ്പോസ് നമ്മൾ ന്യൂസ് കാണുന്നു, ഓക്കെ, ടോക്കിംഗ് അബൌട്ട് റിലേഷൻസ് ബിറ്റ്വീൻ പാകിസ്ഥാനും അല്ലെങ്കിൽ ആഫ്രിക്കയും തമ്മിൽ ഒരു ഡീൽ വരാൻ പോകും, ആഫ്രിക്കയിലെ പല നേഷൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ തമ്മിൽ ഡീൽ വരാൻ പോകും എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. എന്താ? ബിക്കോസ് ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇന്ത്യ. But if the deal is between, let's say, India and Africa, or there is an agreement between India and the African Union tomorrow, that is going to be very, very important for us. Okay, so always remember, നമ്മൾ പഠിക്കുമ്പോഴും എപ്പോഴും have a India. I remember this because നമ്മൾ പഠിക്കാൻ ഇറങ്ങുന്ന സമയങ്ങളിൽ you remember US always goes through their period of elections every 2 years. Okay, എല്ലാ 2 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ വരും, അല്ലെ 4 വർഷം കൂടുമ്പോൾ പ്രസിഡന്റ് ഓൾസോ. ഇലക്ഷൻസ് വരുമ്പോൾ ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഡിസ്കസിംഗ് അബൌട്ട് ദി US പൊളിറ്റിക്സ്. ഓ, ഇയാൾ വരുമ്പോൾ എക്സ് വരുമ്പോൾ അവർ ഇതൊക്കെ പറയും, വൈ വരുമ്പോൾ ഇതൊക്കെ പറയും, ഇസഡ് വരുമ്പോൾ ഇങ്ങനെ വരും. നമുക്ക് US അകത്തെ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാൻ കാര്യമുണ്ടോ? നമുക്ക് കാര്യം ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ആണെങ്കിലും വൈ ആണ് ഇസഡ് ആണെങ്കിലും ഇവരാര് വന്നാലും ഇവരെങ്ങനെയാണ് ഇന്ത്യനെയും ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകളിലെയും അഫക്ട് ചെയ്യുന്ന, ഇത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം. യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വറിങ് അബൌട്ട് ദീസ് തിങ്സ്. ഓക്കെ, അഗൈൻ ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മിനിമം ഒരു വർഷം കൊണ്ട് നമ്മൾ സർവീസ് കയറാൻ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടാതെ വരുന്ന നോയ്സ് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റണം. Okay, I hope everyone is following with me, right? So please remember, in GS2 there are 3 specific areas we talk about when we talk about IR. Okay, one is international relations, which includes bilateral, regional and global groupings, and agreements involving India and or affecting India's interests. Then we also talk about India and its neighborhood, and neighborhood is very important for us. Okay, now we'll go on. And then you also talk about India's interest in Indian diaspora and how other countries and their politics are going to affect these people. Okay, for example, I know most of us would have somebody who's working maybe in Dubai or somewhere in UAE. Have you heard of this thing called golden visa? കേട്ടിട്ടുണ്ടോ എല്ലാരും? കേട്ടിട്ടുണ്ട് സർ. ഓക്കെ, ഇത് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഗോൾഡൻ വിസ ക്ലിയർ ആയിട്ട് അറിയില്ല. കുഴപ്പമില്ല. ഇപ്പൊ UAE ഗവൺമെന്റ് ഇത്ര നമ്മൾ അറിഞ്ഞൊരു കാര്യം, മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ UAEയോ സൗദിയിലൊക്കെ പോയാൽ നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം എന്തായിരുന്നു? നമുക്ക് എല്ലാവരും വി വുഡ് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ സ്പോൺസർ, അല്ലേ? ആ ഒരു സ്പോൺസർ പറയുന്ന പോലെ അല്ലെങ്കിൽ സ്പോൺസർ എഗ്രി ചെയ്യുന്ന പോലെ മാത്രമേ നമുക്ക് ആ സമയത്ത് അവിടെ വർക്ക് ചെയ്യാനുള്ള വിസ കിട്ടുള്ളൂ. സ്പോൺസർ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വിസയും അവിടെ തീരും. അങ്ങനെ നമുക്ക് എല്ലാവരും തിരിച്ചുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും ലോങ് ടേം ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ UAE ഗവൺമെന്റ് മനസ്സിലായി, ഈ UAEക്ക് സ്വന്തം ആൾക്കാരെ വെച്ച് പിടിച്ചിരിക്കാൻ പറ്റില്ല, അവർക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്ന ആൾക്കാരെ ആവശ്യമുണ്ട്. ഗോൾഡൻ വിസ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഉള്ള ആൾക്കാരെ, എസ്പെഷ്യലി ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവർക്കെല്ലാം ഒരു ലോങ് ടേം വിസ കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഗോൾഡൻ വിസ. ആൻഡ് ഹു ഡു യു തിങ്ക് ബെനിഫിറ്റഡ് ഫ്രം ദിസ് ദ മോസ്റ്റ്? Indians. Okay, so നാളെ മറ്റന്നാള് ഇതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നാലും യു കാൻ ബി സർപ്രൈസ്, ബിക്കോസ് ദിസ് ഇസ് സംതിങ് that has been important for India. Okay, so please remember, നമ്മൾ ഇനി മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ന്യൂസ് എവിടെയാണെങ്കിലും, നമ്മളിപ്പം ഇപ്പം ന്യൂസ് പേപ്പേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ FM എന്താണെങ്കിലും,
ഇന്ത്യയെയോ ഇന്ത്യൻസിനെയോ അതോ ഇന്ത്യൻ ഇൻട്രസ്റ്റിനെ എപ്പോഴെങ്കിലും അഫക്ട് ചെയ്ത ന്യൂസ് വരാണെങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. സോ പ്ലീസ് കീപ് ആൻ ഇയർ ഔട്ട് ഫോർ ദീസ്. ഓക്കെ. നൗ ഇഫ് യു ഹാവ് ടോക്ക് അബൌട്ട് ദ സിലബസ്, ഞാൻ പറഞ്ഞു സിലബസ് നമ്മൾ പറഞ്ഞു. സിലബസിനെ പറ്റി പറഞ്ഞിട്ട് നമുക്കിനി ടോക്ക് അബൌട്ട് ദി കോൺട്രിബ്യൂഷൻ പറയാൻ കാരണം നമുക്കറിയാം 3 സ്റ്റേജ് ഉണ്ട് എക്സാം ഇല്ലേ. 3 സ്റ്റേജിലും ഏതൊക്കെ സ്റ്റേജിലും ആണ് ഇത് ഇമ്പോർട്ടൻറ്റ്. ഇനിഷ്യലി അറ്റ്ലീസ്റ്റ് 2021 what we understood is 3 സ്റ്റേജിലും എന്ത് വരും? IR വരും. യു ഹാവ് ടു ലേൺ അബൌട്ട് IR. ഓക്കെ. 3 സ്റ്റേജിൽ പറയാൻ കാരണം സപ്പോസ് നമ്മൾ ഓപ്ഷൻ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് നമ്മൾ IFS ആയിട്ടാണ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കും. For sure, please remember, if you keep IFS as your first option for your services, ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ഇതിനെപ്പറ്റി ചോദിച്ചിരിക്കും. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അറിയാം. അതല്ല ഫസ്റ്റ് സ്റ്റേജ് ആയ പ്രിലിംസിലും സെക്കൻഡ് സ്റ്റേജ് ആയ മെയിൻസിലും എന്ത് വരും? നമുക്ക് IR വീണ്ടും കയറി വരും. അത് പ്രിലിംസിൽ അറ്റ്ലീസ്റ്റ് 2021 വി സി വാട്ട് ഒരു മിനിമം ഒരു 2-3 ക്വസ്റ്റ്യൻ ഒരു മാപ്പ് ബേസ്ഡ് വരും. മാപ്പ് ബേസ്ഡ് പറയാൻ കാരണം കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? ഒരു മാപ്പിൽ ചോദിക്കും. ഓക്കെ. നമുക്ക് താഴോട്ട് എക്സാമ്പിൾസ് കാണാം. ഓക്കെ. അപ്പൊ അങ്ങനെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് വരും. അതല്ലെങ്കിൽ ഏതാ ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹെൽപ്പ് ഫ്രണ്ട്സ് ഇന്ത്യയുടെ ഗ്രൂപ്പിംഗ്സിൽ നടക്കുന്ന എഗ്രിമെന്റ്സും റിപ്പോർട്ട്സും ഇതെല്ലാം എന്താ ഇതും എവിടെ വരും? all of this are also going to come under your IR. So till 2021 what we used to see is around 4 to 5 questions were coming from the area of IR. ഏതിന്? പ്രിലിംസിൽ. ഓക്കെ. ഏതെന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യനിൽ ദാറ്റ് ഇസ് പ്രിലിംസിൽ GS ചോദിക്കുന്ന 100 ക്വസ്റ്റ്യനിൽ 4 to 5 ക്വസ്റ്റ്യൻ എന്താണ്? എപ്പോഴും IR ആണ്. പക്ഷെ ഈ ട്രെൻഡ് ശരിക്കും 2022 ആയപ്പോൾ മാറി. ഇത്ര നേരം 4 to 5 ക്വസ്റ്റ്യൻ ആയിരുന്നു. 2022 ആയപ്പോൾ ഓൾമോസ്റ്റ് 13 ക്വസ്റ്റ്യൻ ആണ് അവർ ഏതിൽ ചോദിച്ചത്? IR ചോദിച്ചത്. See, that is more than 10% of the questions that were asked for GS came from the field of IR. And ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UPSC knows what you're learning. UPSC will always, നമ്മളിപ്പം എല്ലാവരും UPSC മനസ്സിലായി എന്താ എല്ലാ ബാക്കി സബ്ജക്ട് എല്ലാവരും പഠിക്കുന്നു. IR പക്ഷെ ആര് പഠിക്കുന്നില്ല? IR പക്ഷെ സ്റ്റുഡൻസ് ഏതാ പ്രിലിംസിന് പഠിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ UPSC പ്ലേഡ് ഗൂഗിളി അവർ 13 ക്വസ്റ്റ്യൻ ആണ് അവർ 2022 പ്രിലിംസിൽ മാത്രമായിട്ട് UPSC ചോദിച്ചത്. ഓക്കെ. സോ അതുകൊണ്ട് നെവർ അഗൈൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് UPSC വിൽ ഓൾവേസ് ട്രൈ ടു മെസ് വിത്ത്. UPSCക്ക് അറിയാം നിങ്ങൾ ഏത് പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ. സോ we will see these previous year questions in. Okay. And this is basically for your prelims. Now coming to your mains, you understand that mains il namukku eppozhum GS 2 എന്ത് കിട്ടും? ഒരു 50 to 100 മാർക്ക് എല്ലാ വർഷവും നമുക്ക് IR വരും. $50 to 100 മാർക്ക്. So can you imagine? That is more than 1750 marks. 100 മാർക്ക് എന്താണ് നമുക്ക് IR വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഇനി ഇതിന് പുറമെ നമുക്കറിയാം ഏതാ you have other papers like ethics, which is paper 4, GS 4, and you also have your essays. ഇതിന് രണ്ടിനും what would you need? You would need to know a lot of examples from the world. കാരണം വേണമെങ്കിൽ essays വരുന്ന ടോപ്പിക്സും അല്ലെ എത്തിക്സ് വരുന്ന ടോപ്പിക്സ് നമുക്ക് സുഖമായിട്ട് ലിങ്ക് ചെയ്ത് വേൾഡിലെ പല എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അഥവാ IR ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം? കുറച്ചൊന്ന് ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തിരിക്കും.
അതിന് വേണ്ടിയുള്ള മേജർ സോഴ്സസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് യു ഹവ് ടു ഗോ ത്രൂ യുവർ ന്യൂസ് പേപ്പേഴ്സ്. അല്ലെ, ന്യൂസ് പേപ്പേഴ്സ് ഞാൻ പറഞ്ഞു എന്താ, ന്യൂസ് പേപ്പേഴ്സിൽ വരുന്ന കാര്യങ്ങൾ, ന്യൂസ് പേപ്പേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അത് കാരണം എന്തുകൊണ്ട് നമുക്ക് വേണ്ടി താഴോട്ട് വരുമ്പോൾ കാണാം. Then comes something called the MEA website. MEA എന്ന് പറഞ്ഞാൽ എന്താ? Ministry of External Affairs. And please remember this. ഇനി അങ്ങോട്ട് പോകും തോറും, നമ്മൾ UPSC വേണ്ടി പഠിക്കുന്ന തോറും, you will understand that a lot of your sources will actually depend on the government sources. ഇപ്പൊ ആസ് maybe നമ്മൾ as a student or maybe as a part of some political entity, something else, you might have depended upon non-government sources a lot. You might have picked out a lot of things from maybe people like the print. അങ്ങനെ കുറെ നല്ല സോഴ്സുകൾ നമ്മൾ ചിലപ്പോൾ പഠിച്ചാണ്. പക്ഷെ നിങ്ങൾ ഓർമ്മ കാര്യം, സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുമ്പോൾ ഓൾവേസ് ട്രൈ ടു കീപ് സോഴ്സസ് അറൌണ്ട് ദീസ് സോഴ്സസ്. ഓക്കെ, കാരണം നാളെ നിങ്ങൾ കയറാൻ പോകുന്നത് എങ്ങോട്ടാ? ഗവൺമെന്റ് സർവീസിലേക്കാണ്, ഇല്ലേ? അപ്പൊ ഈ ഗവൺമെന്റ് സർവീസിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ നാളെ പോളിസി ആയിട്ടും നാളെ നിങ്ങളുടെ എന്തിന് നമ്മൾ പുറത്ത് പറയാൻ പോകുമ്പോൾ you will be depending on whatever is being mentioned here, which is why one of the major sources for you to look at when you start studying for UPSC is basically the government websites. And avade, or especially for IR, one thing to look at is basically the site of the Ministry of External Affairs. And Ministry of External Affairs has actually done a very good job. കാരണം നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, സപ്പോസ് നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ, ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഒരു അക്കൗണ്ട് എവിടെ കാണും? ആക്ച്വലി സീ ഇൻ ദ വെബ്സൈറ്റ്. സപ്പോസ് ടുമോറോ യു വാണ്ട് ടു ലേൺ അബൌട്ട് ഇന്ത്യ ആൻഡ് India's relationship with maybe Bhutan, or India and maybe Senegal. What do? You can always go and look up at the External Affairs website. They actually give a very detailed account of our relationship with other countries. So please look at this. ഏത് കൺട്രി പറ്റി പഠിച്ചാലും, എസ്പെഷ്യലി ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ പുതിയ ഡീൽസോ അല്ലെങ്കിൽ പുതിയ കൺട്രീസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, പ്ലീസ് റിമെമ്പർ, you can always easily go to the Ministry of External Affairs website and pick out your source from there. Okay, this is a very good source. കാരണം ഡീറ്റെയിൽ ആയിട്ടാണ് അവർ കാര്യം പറഞ്ഞിരിക്കുന്നത്. Only thing is, it might be a little outdated. ലൈക്ക് ഇപ്പോൾ 2022 ആയി നമുക്കറിയാലോ, ഇല്ല? പക്ഷെ ചിലപ്പോൾ അത് പറയുന്നത് 2020 ജൂണിൽ നടന്ന കാര്യങ്ങൾ വെച്ചായിരിക്കും അവർ ആ അക്കൗണ്ട് പറയുന്നത്. സോ അതുകൊണ്ട് എന്നാൽ പോലും 2020 ജൂൺ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇറ്റ്സ് വെരി ഗുഡ് ഇഫ് യു ക്യാൻ ആക്ച്വലി ഡിപ്പെൻഡ് ഓൺ ദി മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. കാരണം വീണ്ടും നമ്മൾ പറഞ്ഞെന്താ, നമ്മൾക്കറിയാം ഈ എക്സാമിനേഷൻ നമ്മൾ ആരെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്? നമ്മൾ ഇന്ത്യ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഇന്ത്യ ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ കാണും? എപ്പോഴും it is easier to find it in these places. Okay, and finally the next important area for us will be the PIB. കാരണം PIB-ൽ വീണ്ടും പറഞ്ഞ എപ്പോഴും എവിടെ ഫോക്കസ് വരുന്നത്? ഫോക്കസ് will always be on the government and government's agenda. So tomorrow they say, okay, we are celebrating 50th year of relationship with this country എന്ന് പറയുകയാണെങ്കിൽ, that country is going to be important for us, especially for your prelims or for your mains. Okay, so അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഇനി മുതൽ ക്ലാസ്സിൽ വരുമ്പോൾ one thing I expect from you is always keep an atlas in hand. നിങ്ങൾ എല്ലാവരും അറ്റ്ലസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അറ്റ്ലസ് ഇല്ലെങ്കിൽ ഇന്ന് വാങ്ങിക്കാം. പ്രിഫറബ്ലി ഓറിയന്റൽ ബ്ലാക്സ്മാൻ അറ്റ്ലസ് എടുക്കുക. ഐ നോ സം പീപ്പിൾ ഹാവ് ഓൾറെഡി ബോട്ട് ഓക്സ്ഫോർഡ് അറ്റ്ലസ്. പക്ഷെ ഓക്സ്ഫോർഡ് അറ്റ്ലസ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വിസിബിലിറ്റി ഇല്ല. നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ നോക്കുന്നു, ആർക്ക് നോക്കുന്നു ഒന്നും മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു pick things out. Okay, so ഓക്സ്ഫോർഡ് എടുക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ട്രൈ ടു ഗോ വിത്ത് യുവർ ഓറിയന്റൽ ബ്ലാക്സ്മാൻ. നല്ല അറ്റ്ലസ് ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിപ്പം സപ്പോസ് നമ്മളിപ്പം യു ട്രൈ ടു ഫൈൻഡ് എ സിറ്റി, മേ ബി
you're trying to find out where Meerut is. Or tomorrow you're trying to find out where the capital of Bhutan is. Or tomorrow you're trying to find out where the river Brahmaputra goes into the sea. ഇതെല്ലാം കാണണമെങ്കിൽ it is easy to find it out on this atlas. Okay, so Oriental Black Swan Atlas ഇല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. It will always help you with your studies. Okay, അറ്റ്ലസ് വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പം? വാങ്ങിച്ച എത്ര പേരുണ്ട് ഇവിടെ? ആക്ച്വലി അറ്റ്ലസ് കയ്യിലുണ്ടോ എല്ലാവരുടെയും? ഓക്സ്ഫോർഡ് അറ്റ്ലസ് ആണ് സാർ ഉള്ളത്. ഓക്സ്ഫോർഡ് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്സ്ഫോർഡ് ഒന്ന് നോക്കുക. നമ്മളിപ്പം അതിൽ നമ്മൾ സ്ഥലം പിക്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. സ്ഥലമോ നമ്മളിപ്പം ഒരു ഇൻഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് നോക്കണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓക്സ്ഫോർഡിൽ മനസ്സിലാക്കി ഇച്ചിരി പാടുപെടും. ഓക്കെ, അപ്പം വേണി ട്രൈ ചെയ്യാം ആദ്യമൊക്കെ. പക്ഷെ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു focus, please go to your Oriental Black Swan. Okay, sir. Okay, perfect. The next thing is, if you have an atlas also, how do you use it? എങ്ങനെയായിരിക്കാം? ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അറ്റ്ലസ് കൊണ്ട് നമുക്ക് ഒരു മെയിൻ പർപ്പസ് ഉള്ളൂ. എന്താണ്? ക്ലിയർ UPSC. അപ്പൊ നമ്മൾ ശരിക്കും പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന നമ്മൾ കണ്ടൊരു കാര്യം, ഈ വിഷ്വൽ ക്ലൂസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തലയിൽ നിൽക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇടയ്ക്ക് ഐ എം ആസ്കിങ് യു, ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ക്യാപിറ്റൽ ഓഫ് നേപ്പാൾ ഫ്രം ദ മാപ്പ്. മാപ്പ് ഉള്ള എല്ലാവരും ട്രൈ ചെയ്യോ? അറ്റ്ലസ് ഉള്ളവരെല്ലാവരും ട്രൈ ചെയ്യോ? നേപ്പാളിലെ ക്യാപിറ്റൽ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നേപ്പാളിലെ ക്യാപിറ്റൽ അറിയാം എല്ലാവർക്കും? കാഠ്മണ്ഡു കിട്ടില്ല എല്ലാവർക്കും? നിങ്ങൾ ഒന്ന് ഈ എഫേർട്ട് നമ്മൾ വെറുതെ കേൾക്കുകയല്ല, നമ്മൾ പക്ഷെ കേൾക്കുന്നതിന് കൂടെ നമ്മൾ ആ എഫേർട്ട് ഇട്ട് നമ്മൾ ആ ക്യാപിറ്റൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, ഇറ്റ് ഇസ് ഗോയിങ് ടു സ്റ്റേ ഇൻ യുവർ മെമ്മറി. ഓക്കെ, സോ എനി പ്ലേസ് വി ലേൺ അബൌട്ട് ഫ്രം ടുഡേ, ഇന്ന് തൊട്ട് നമ്മൾ പറയുന്ന ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും please go and pick it out from the atlas. Okay, I'm not just talking about IR മാത്രമല്ല. നാളെ if you learn about geography or നാളെ you learn about history, നാളെ anything, geography ആയാലും history ആയാലും എന്തായാലും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ എന്ത് വന്നാലും always make it a point that you go back to your map and study. മാപ്പ് ഈ അറ്റ്ലസ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മൾ പണ്ട് മാപ്പ് പഠിച്ചിട്ടുണ്ട്. എവിടെയുണ്ട്? യു ലേൺ ദിസ് ഇൻ ജോഗ്രഫി ഇല്ലേ? ജോഗ്രഫിയിൽ നമ്മൾ മാപ്പ് ബേസ് ചെയ്ത് നമ്മളിപ്പം ക്യാപിറ്റൽസ് പഠിച്ച് നോക്കിയിട്ടുണ്ട്. യു ആർ ട്രൈഡ് ലേണിംഗ് അബൌട്ട് അതർ പ്ലേസസ് ഓൾസോ. സോ ജോഗ്രഫിയിൽ ഐ എം പ്രിറ്റി ഷുവർ വി ഹവ് ഓൾ പുട്ട് ആൻ എഫോർട്ട് ഓവർ ദ മാപ്സ്. അത് കഴിഞ്ഞ് മേ ബി ദിസ് മൈ ബി ദ ഫസ്റ്റ് ടൈം യു പിക്കിംഗ് ഇറ്റ് അപ്പ് അഗൈൻ. But trust me, it is going to be very helpful. So please, if you haven't bought an atlas yet, please buy it as soon as possible. And if you have an atlas with you right now, I would recommend that നമ്മൾ ഇനി മുതൽ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ മാപ്പിൽ പോയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, മാപ്പിൽ പോയിട്ട് കണ്ടുപിടിച്ചാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമുണ്ട്. എന്താ? എപ്പോഴും നമ്മൾ എന്ത് പഠിച്ചാലും ഷുഡ് ഓൾവേസ് ബി ഏബിൾ ടു റിവൈസ്. ഇപ്പൊ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഒന്ന് അറ്റ്ലസ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ എന്താ, നമ്മൾ റിവിഷൻ കഴിയും. Okay, you might have learned about a new hydroelectric project in a different country on a river that flows through India. You have learned it once, you have located on the map once, and tomorrow, when you flip through the atlas, you would have seen it once, and that itself is your revision. Adu vechi namukku endu cheyan pattum? So you are going to save a lot of
time and effort. Okay, so make it a point that whatever happens, നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞാലും നിങ്ങൾ അത് അന്ന് തന്നെ ക്ലാസ്സിൽ നടക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ലത്. പക്ഷെ ക്ലാസ്സിൽ നടക്കുമ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ അറ്റ്ലസിലോ മാപ്പിലോ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യാൻ പറയാൻ കാരണം ഈ അറ്റ്ലസോ മാപ്പോ നിങ്ങൾ നാളെ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തിനോ കൊണ്ടുപോകല്ല. എന്തിനാ? യു ആർ ആക്ച്വലി യൂസിങ് ഇറ്റ് ടു ക്ലിയർ UPSC. So I've always believed personally that atlases are basically one of the best tools available for you. പഠിക്കാനും റിവൈസ് ചെയ്യാനും one of the best tools available ആണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലസിൽ തന്നെ മാർക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ ഭംഗി പോവില്ല. ഓരോ പ്രശ്നങ്ങൾ മാർക്ക് ചെയ്യും തോറും നമുക്ക് അതിൽ റിവൈസ് ചെയ്യാൻ എളുപ്പമായിക്കൊണ്ടിരിക്കും. Okay, right? So if you don't have this, please get it done, and once you have this, please utilize it properly. നമ്മൾ വെറുതെ മടക്കി വെക്കുകയല്ല, പേപ്പർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദിസ് പോയിന്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതുവരെ? Anyone? See, that's the next thing I want to talk about in this class. Please feel free to talk. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയല്ല. It is for if you have to get a benefit out of this class, if you have to clear UPSC next year, if you have to come in the top 100 or something, you have to know that you have to put in that effort. So നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലായിരുന്നു, മനസ്സിലാവാത്ത കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ശരിക്കും ഒരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. Okay, so please remember, make it a point that if you haven't understood, you will let me know, and if you have understood, you will also try to let me know. Okay, if that doesn't happen, only thing is I will go according to my speed, and you have to tell me if it's going a little fast. Okay, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ എല്ലാ കാര്യങ്ങളും? Yes, sir. Okay, thank you. Right, so we'll just look at a couple of previous year questions, and I think we should start with this year's. Okay, the term Levant, ഇത് basically prelims ലാണ് കേട്ടോ. Prelims questions ആണ് 2022 ല്. First question, the term Levant, often heard in news, is roughly corresponds to which of the following regions? Can anyone take a guess? Levant എന്ന് പറയുമ്പോൾ ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ? A ആണ്. എന്തുകൊണ്ട്? ലെവാണ്ട് എന്ന് പറഞ്ഞ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാ? If you look at the map, ഏതാ? This would be Asia, this would be Africa, this would be Europe, അല്ലേ? And this sea is actually the Mediterranean Sea. And ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ലെവാണ്ട്. എല്ലാവരും കാണല്ലേ? ലെവാണ്ട്. ആൻഡ് ഇത് ന്യൂസിലുണ്ടായിരുന്നു. കാരണം എന്താ? Have you heard of this body called IAS? കേട്ടിട്ടുണ്ടോ? Yes, sir. IASന്റെ ആദ്യത്തെ പേരെന്താണെന്നറിയോ? ആദ്യം വന്ന പേര് IAS എന്ന് പറഞ്ഞ നമ്മുടെ ബോഡി നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ ഇറാഖാണ് തുടങ്ങുന്നത്. Okay, there's a whole story behind it which we will come to this in a future class. But ഇറാഖിൽ തുടങ്ങിയാൽ പോലും IASന് ആദ്യം വന്നപ്പോൾ വേറെ പേരില്ലാത്ത ആ ബോഡി വന്നു, ആ ഒരു ഓർഗനൈസേഷൻ വന്നത്. It was known as ISIL. എന്താ? Islamic State of Iraq and
Levan. Okay. So, നമ്മൾ കറണ്ട് അഫയേഴ്സ് വായിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് വന്നേനെ, നമുക്ക് ഇത് ഓർമ്മ വന്നേനെ എൽ എന്താന്ന് പറഞ്ഞേനെ. അപ്പൊ നമ്മൾ എൽ എന്താ ഇപ്പം അന്ന് നമ്മൾ ഐസിൽ അല്ലെങ്കിൽ ISIL നമ്മൾ കാണുമ്പോൾ എല്ല് തപ്പിപ്പോകുമ്പോൾ you understand it is Levant, and once you know what Levant is, you would have gone through a map and you would have understood that yes, this is Levant. Sorry. കണ്ടോ? Okay. That's the first question. And so ഈ ലെവാന്റ് വീണ്ടും കണ്ടോ? ഇപ്പൊ ലെവാന്റ് എന്ന് പറയുമ്പോൾ ഏത് കൺട്രീസ് കാണുന്നുണ്ട്? You can see that there is Syria, ഇല്ലേ? Jordan, Israel, Lebanon, and some parts of Egypt and Turkey. കണ്ടോ? Can you find this map? Find this in your atlas. അറ്റ്ലസ് എടുത്തേ, എല്ലാവരും എടുത്തേ. ഇന്നില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇപ്പം? See, I know it is very easy for us to Google all these nowadays, but I would recommend that you actually go through your atlas. Atlas എടുക്കുക, atlasൽ പ്രോപ്പർ ആയിട്ട് പോവുക, കണ്ടുപിടിക്കുക. ടർക്കി കണ്ടുപിടിക്കുക, സിറിയ കണ്ടുപിടിക്കുക, ജോർഡൻ കണ്ടുപിടിക്കുക, ഈജിപ്റ്റ് കണ്ടുപിടിക്കുക, ഇസ്രയേൽ കണ്ടുപിടിക്കുക, ലെബനൻ കണ്ടുപിടിക്കുക. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. ബാക്കി എല്ലാവർക്കും കിട്ടിയോ? ഈ ഒരൊറ്റ മാപ്പ് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ കൺട്രീസിന്റെ സ്ഥലങ്ങളും കിട്ടി, അതേപോലെ ഈ കൺട്രീസിൽ വരുന്ന ഓരോ ക്യാപിറ്റലും കിട്ടി, ഇല്ലേ? What is Syria's capital now? Damascus. ലെബനന്റെ ബെയ്റൂട്ട്, ജോർഡന്റെ അമ്മാൻ, ഈജിപ്തിന്റെ ചെറുകണം. ഒറ്റ മാപ്പ് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ്. And we will see how this is important. Okay. ഇതിപ്പോ ആയല്ലോ. Next question. Question number 2. Consider the following countries. Okay. You have Azerbaijan, Kyrgyzstan, Tajikistan, Turkmenistan, Uzbekistan. ഇതിൽ ഏതൊക്കെ കൺട്രീസിനാണ് ആരുടെ ബോർഡർ? എന്തോ? സോറി, which of these countries are sharing a border with Afghanistan? അറിയോ ആർക്കെങ്കിലും? Can you go to your atlas? We're talking about which countries now? We're talking about countries which are in an area called Central Asia. Okay, ഏഷ്യയുടെ നടുക്ക് എന്ന് കിടക്കുന്ന നമ്മൾ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഏതൊക്കെയാ? അസർബൈജാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ഇതിൽ ഏതൊക്കെ കൺട്രീസിനാണ് ആരായിട്ട് ബോർഡർ? അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ ഉള്ളത്. ഇവിടെ സൗണ്ട് പെയിന്റ് ആണ് കേട്ടോ. 3, 4 and 5. 3, 4 and 5. വെരി ഗുഡ്. എങ്ങനെ കിട്ടി? ആരില്ല? അസർബൈജാനും കിർഗിസ്ഥാനും ഇല്ല. കാരണം if you look at this is basically your Afghanistan. അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസ് ആരൊക്കെയാണ്? You can see that there is Pakistan in the south, there is Iran in the west. അതറിയാലോ എല്ലാവർക്കും. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ? Pakistan in the south, Iran in the west, and then when you go to the north, you see there is Turkmenistan, Uzbekistan, Tajikistan, and China. My question is,
when we talk about borders, do you think Afghanistan is sharing a border with India? Is Afghanistan sharing a border with India? Let's talk about in real life. Real life, you're all able to see the map, right? This is your UPs of Jammu and Kashmir and Ladakh. This is the J&K we talk about. അത് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും in reality, on the ground, you know that this much area is not with us. അല്ലേ? ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൺട്രോൾ അല്ല ഈ സ്ഥലം ഇരിക്കുന്നത്. ഈ സ്ഥലം ആരുടെ ഇരിക്കുന്നത്? This with Pakistan today. So in reality, you might see that India doesn't share a boundary with Afghanistan. പക്ഷേ അവിടെ അറിഞ്ഞിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്, always trust your government sources. As a civil service aspirant, what are you supposed to do? Supposed to stand by the people and by the country all the time. So remember that in the Ministry of Home Affairs website, and Ministry of Home Affairs ആണ് ശരിക്കും ഇതൊക്കെ നോക്കുന്നത്. അവരുടെ വെബ്സൈറ്റിൽ they have actually given the list of countries with which India shares a boundary. ആ വെബ്സൈറ്റിൽ അവർ ആര് മെൻഷൻ ചെയ്തിട്ടുണ്ട്? They have mentioned Afghanistan, saying if you look at this part, this part is rightfully whose? India's. Okay, so when we consider this part to be rightfully India's, we know that we do share a boundary here. ഇല്ലേ? അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ സപ്പോസ് ഇവിടെ ഓപ്ഷനിൽ had they asked about India, റിയാലിറ്റിയിൽ സാധനം ഇല്ലെങ്കിലും as a future civil servant or as somebody who is always going to stand by the people of the country and by the government of the time, will always tell them that yes, India is also part of this, so we'll have to go with this 3, 4, 5 and 6. Okay, and ഈ മാപ്പ് നോക്കുമ്പോൾ what do you see? Kyrgyzstan എവിടെ? Kyrgyzstan ഇങ്ങ കണ്ടോ? അതേപോലെ Azerbaijan is actually here. കാശ്മീർ വേറെ സൈഡിലാണ് Azerbaijan. സോ അസർബൈജാനും കിർഗിസ്ഥാനും എന്തില്ല? അഫ്ഗാനിസ്ഥാനായിട്ട് ബൗണ്ടറി ഇല്ല. ഈ മാപ്പ് നമ്മൾ സെൻട്രൽ ഏഷ്യൻ മാപ്പ് നമ്മൾ വെറുതെ ഒരു 2 പ്രാവശ്യം നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും Azerbaijan is very far away from these places. ആൻഡ് Azerbaijan എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ, Azerbaijan ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ 1 അല്ലേ? Azerbaijan എന്ന ഓപ്ഷൻ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ആരൊക്കെ എലിമിനേറ്റ് ചെയ്യും? യു എലിമിനേറ്റ് ഓപ്ഷൻ എ, ബി ആൻഡ് ഡി. ഈ ഒരു ഒറ്റ ഓപ്ഷൻ നമ്മൾ കളഞ്ഞപ്പോ യു ആർ ഏബിൾ ടു ഡു വാട്ട്? യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് യുവർ ആൻസർ. മനസ്സിലായോ? നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടില്ല. എന്താ നമുക്കറിയാം, നമ്മൾ 2 പ്രാവശ്യം അറ്റ്ലസ് ഒക്കെ ഒന്ന് മനസ്സിലായി. Azerbaijan എന്ന കൺട്രിക്ക് അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറി ചാൻസ് ഇല്ല, കാരണം നല്ല ദൂരെയായിട്ടാണ് അതിരിക്കുന്നത്. കാശ്മീർ സൈഡിലാണ് ഇരിക്കുന്നത്, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? സോ വൺസ് വി നോ ദാറ്റ് Azerbaijan is nowhere in the picture, we know our option is always going to be C. കണ്ടോ? ശരിക്കും പറയുന്നത് എന്താണ്? ഇത് ആക്ച്വലി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ആകെ എന്താ, നമ്മൾ 2 പ്രാവശ്യം ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഒന്ന് സെൻട്രൽ ഏഷ്യയുടെ മാപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. Okay, now this is question number 3. ഏതാ?
they have given 3 institutions around global institutions. They have given you AIIB, okay, Asian Infrastructure Investment Bank. They have asked you about MTCR, that is Missile Technology Control Regime, and they talked about SCO, Shanghai Cooperation Organization. ഇതിൽ മൂന്നിലും എവിടെയൊക്കെയാണ് ഇന്ത്യ ഒരു മെമ്പർ ആയിരിക്കുന്നത്? ഇന്ത്യ ഒരു മെമ്പർ ആകുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇപ്പൊ if you have been following the news recently, you would have understood, at least in the past 1 or 2 years, you would have understood that India has long become a member of the SCO. Okay, നമ്മൾ ആരെ മെമ്പർ ആയി കഴിഞ്ഞു? ഓൾറെഡി SCOയുടെ മെമ്പർ നമ്മൾ പണ്ടേ ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് സംശയം വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ 1 ഉം ഓപ്ഷൻ 2 ഉം. ഓപ്ഷൻ 1 പക്ഷെ നമ്മൾ പണ്ട് എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. ഇത് ആരാ തുടങ്ങിയ? Do you know which country has started Asian Infrastructure Investment Bank? China. Very good. ചൈന തുടങ്ങിയ ഒരു ബാങ്കിൽ ഇന്ത്യ മെമ്പർ ആവാൻ ചാൻസ് ഉണ്ടോ? ഇതിലുണ്ട്. വെരി ഗുഡ്. And is it important for India? So it's the second biggest. I think it's second biggest. Very good. Member. India is actually the second largest shareholder in the bank. China first largest shareholder. China കഴിഞ്ഞാൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷെയർ ഹോൾഡർ ആണ് ആര്? ഇന്ത്യ. ഈ കാര്യം അറിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി. കാരണം എന്താ? 1 ഉം 3 ഉം കിട്ടുമ്പോൾ ഓൺലി ഒറ്റ ഓപ്ഷൻ ഉള്ള ഏതാ? 1, 2 and 3. Okay. What is option number 2? MTCR. MTCR is you will learn this about when you come to technology. പഠിക്കും. ഓക്കെ. പക്ഷെ MTCR എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിംഗ് നമ്മൾ ഓൾറെഡി ഇന്ത്യ പണ്ടേ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓക്കെ. ഇന്ത്യ MTCR മെമ്പർ ആണ്. ബട്ട് ഓക്കെ, നമ്മൾ പറഞ്ഞു തരാണെങ്കിൽ MTCR ഇപ്പൊ ആരില്ല, ചൈന ഇല്ല. അപ്പം ചൈനയ്ക്ക് നമ്മൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. We'll talk about this later. Don't worry. Okay. So if you look at this question also, you'll understand that if once you know 1 and 3, you already have an answer here. അല്ലേ? എളുപ്പമാണ്. പക്ഷെ എന്താണ്, നമ്മൾ ഇച്ചിരിയെങ്കിലും ഒന്ന് ന്യൂസ് നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ ആൻസർ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. Question number 4. Yeah. This is an example of a difficult question. കാരണം എന്താ? They've given you 5 statements on Vietnam. 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് വിയറ്റ്നാമിനെ പറ്റി. What do you know about Vietnam? ആർക്കും അറിയുമോ? എന്തൊക്കെ അറിയാം വിയറ്റ്നാമിനെ പറ്റി? What do you know about Vietnam? cheapest petrol country. ഏതോ ചീപ്പസ്റ്റോ? ഓക്കെ, ചീപ്പാണ്. അപ്പൊ നമുക്ക് ശരിക്കും ലേബർ എടുത്ത് നോക്കിയാലും നമ്മൾ ട്രാവൽ ചെയ്യാൻ നോക്കിയാൽ എന്തായിരിക്കും? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അഫോർഡബിൾ കൺട്രിയാണ് വിയറ്റ്നാം, ഇല്ലേ? ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ് ആൻസർ. വേറെ എന്താ? യൂണിറ്ററി പാർട്ടി റൂൾ. യൂണിറ്ററി പാർട്ടി റൂൾ. ഓക്കെ, അത് അറിയായിരുന്നോ? ഓക്കെ, ഗുഡ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് ബൈലാറ്ററൽ റിലേഷൻസ് ഡിസ്കസ് അപ്പൊ ആ ഓർമ്മയിൽ പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. റൈറ്റ്. വേറെ what else do you know about Vietnam? വിയറ്റ്നാം പറ്റി വേറെ എന്താ അറിയാം? ലൊക്കേഷൻ അറിയോ? ലൊക്കേഷൻ എവിടെ? സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എവിടെ? ഓക്കെ, സീ ഫേസ് ചെയ്യുന്നുണ്ടോ? അത് സീ ഫേസിംഗ് കൺട്രി ആണോ? കടലുണ്ടോ വിയറ്റ്നാമില്? അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. കുഴപ്പമില്ല, അങ്ങോട്ട് വരുമ്പോ കാണാം. ഓക്കെ, വിയറ്റ്നാമിൽ കടലുണ്ട്, കുഴപ്പമില്ല. ക്യാപിറ്റൽ ഏതാ വിയറ്റ്നാമില്?
വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ. ചേട്ടാ നമ്മൾ വിയറ്റ്നാം പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ അറിയണ്ടേ? Anyone? Capital of Vietnam? Hanoi. Hanoi. Good. Okay. So, ഇത്രയും അറിയാമെങ്കിൽ can you answer this question? Vietnam has been one of the fastest growing economies in the world in the recent years. True or false? True. True. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാ, വിയറ്റ്നാം ഒരു യൂണിറ്ററി പാർട്ടി സിസ്റ്റം ആണ് അല്ലേ? അപ്പം സപ്പോസ് സെക്രട്ടറി പറയുന്നു വിയറ്റ്നാം ഇസ് ലെഡ് ബൈ എ മൾട്ടി പാർട്ടി പൊളിറ്റിക്സ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ എയും പോയി ഡിയും പോയി. അവിടെ ചോദിച്ചിട്ട് എന്താ, ആസ്കിംഗ് യു ഫോർ ദി കറക്റ്റ് സൊല്യൂഷൻസ്. അപ്പോൾ either it is 1, 3 and 4 or it is 3 and 5. നമുക്ക് ഓൾറെഡി ആരുണ്ട്, 1 ഉണ്ട്. സോ യു ഓൾറെഡി ഹാവ് ആൻ ആൻസർ ഇസ് 1, 3 and 4. നമുക്ക് ബാക്കി നോക്കേണ്ടി പോലും ആവശ്യം വന്നില്ല, കണ്ടോ? And why was Vietnam important? Because India and Vietnam are actually celebrating 50th year of starting relations. Okay. ആ 50th ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എവിടെ കണ്ടു നമ്മൾ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ PIB ഫോളോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടേനെ. അതുപോലെ ന്യൂസിലും ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾറെഡി ഹിന്ദുയുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഇതിനെ പറ്റി, 50 years of relations between India and Vietnam, which is why this year 2022 UPSC thought, why don't we ask about Vietnam? And look at the other option. ഏതാ? വിയറ്റ്നാം ഇക്കോണമി ഗ്ലോബൽ സപ്ലൈ ചെയിൻ ലിങ്ക്ഡ് ആണോ? എപ്പോഴും ആണ്. യെസ്. കാരണം നമ്മൾ നോക്കിയാൽ നിങ്ങൾ നോക്കുന്ന പല ഷർട്ട്സിലും, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ വെയറിംഗ് an Adidas shirt, there is high chance it is coming from Vietnam. നിങ്ങൾ ഇലക്ട്രോണിക്സ് ഡിവൈസ് എടുത്ത് നോക്കിയാലും യു ഓൾസോ സീ ദാറ്റ് അവിടെ ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം എന്താ? ബിക്കോസ് everybody wants to come there for manufacturing because of low labor costs and stable exchange rates. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്? ഓക്കെ, പണ്ട് ഈ മാനുഫാക്ചറേഴ്സ് എല്ലാം ദേ ഓൾ ഡിപ്പെൻഡന്റ് ഓൺ ചൈന. ചൈന എന്ന് പറഞ്ഞ കൺട്രീനെ കംപ്ലീറ്റ്ലി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും, അതേപോലെ ഈ കൺട്രിയിൽ വേജസ് കൂടുന്നു എന്ന് കണ്ടപ്പോൾ എവരിബഡി ഷിഫ്റ്റഡ് ടുവേർഡ്സ് other countries, including a country like Vietnam. Okay? This is question number 4. Okay? Yeah, I will just easily go through this very fast. UN and UN-based questions we will do when we come to UN. UN പറ്റി പഠിച്ച് വരുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2-3 ക്വസ്റ്റൻ നമുക്ക് UN ബേസ്ഡ് തന്നെ ഉണ്ട്. Then there is a question of something called the polar code. Polar code ന്യൂസിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ polar code പറ്റി ചോദിച്ചത്. polar കോഡിന്റെ ക്വസ്റ്റൻ പറഞ്ഞാൽ എന്താ? അത് ബേസിക്കലി പോളാർ വാട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഷിപ്സ്. നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും ടൈറ്റാനിക് കണ്ടല്ലേ? ഹാവ് യു സീൻ ടൈറ്റാനിക്? Yes. ടൈറ്റാനിക് എന്താ പറ്റിയ? എന്തോ ഐസ്ബർഗ് ഇടിച്ചല്ലേ അത് മുങ്ങിപ്പോകുന്നത് അല്ലേ? നമ്മൾ ശരിക്കും ടൈറ്റാനിക് ഇല്ലായിരുന്നു, സിനിമയിൽ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് വി ബിലീവ് ദാറ്റ് ഐസ്ബർഗ് ഹിറ്റ് ചെയ്ത് ടൈറ്റാനിക് മുങ്ങിപ്പോകും. സോ വി നോ ദാറ്റ് ഐസ്ബർഗ്സ് ആർ ആക്ച്വലി ഡേഞ്ചറസ് ഫോർ ഷിപ്സ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഐസ്ബർഗ് മാത്രമല്ല, ഐസ്ബർഗ് വരുന്ന എവിടെ നിന്നായിരിക്കും? ദേ മൈറ്റ് ബി കമ്മിങ് ഫ്രം ദ പോൾസ്. ആൻഡ് പോളാർ റീജിയൻസിൽ നിന്ന് വരുന്ന ഒരു ഷിപ്പ് പോകുമ്പോൾ ദേ ഹാവ് ടു ഫോളോ എ ലോട്ട് ഓഫ് safety protocols. പോകുമ്പോൾ അവർ പറയാം, ഓക്കെ ഈ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു സെറ്റ് ഓഫ് സേഫ്റ്റി പ്രോട്ടോകോൾസ് നമുക്ക് പോളാർ റീജിയൻസിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്സ് നമുക്ക് കൊടുക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ഏതാ? പോളാർ കോഡ്. ഓക്കെ, പോളാർ കോഡ് നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഇത് ഐ ഹോപ്പ് യു കൻ ഓൾ സീ ദിസ്. ഏതാ? ഷിപ്പ് സേഫ്റ്റിക്ക് വേണ്ടി വരുന്ന പോളാർ കോഡാണ്. They talked about equipments. എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം? They talked about ഡിസൈനിങ് കൺസെപ്റ്റ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസൈൻ ചെയ്താൽ മാത്രമേ ഒരു പോളാർ റീജിയനിൽ കൂടെ ഷിപ്പ് പോകാൻ പാടുള്ളൂ.
അതേപോലെ ഓപ്പറേഷൻസ് ആൻഡ് മാനിങ് എന്തൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ പോവാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ഏത് വർഷം വന്ന് ദിസ് ആക്ച്വലി കെയിം ഇൻ ദ ഇയർ was adopted in the year 2014. By which body? Please remember, it is the IMO, International Maritime Organization. Again, we will come to IMO ആരാന്നും IMO എന്ത് വർക്ക് ചെയ്യുന്നത് നമുക്ക് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ കാണാം. We'll study when we come to the. Okay, this is the polar code. Now there is another question on the G20 common framework. G20 പറ്റി എന്തൊക്കെ അറിയാം? ആരൊക്കെ ഉണ്ടെന്ന് അറിയോ G20? ആരൊക്കെയുണ്ട് G20? പഠിക്കാൻ എളുപ്പത്തിന് ഏതോ? യാ പ്ലീസ് ട്രൈ. ഏതൊക്കെയാ? G7. ഓക്കെ, G7 വന്നു. എടാ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടേ, ഒന്നും പറയാമോ? G7. ഓക്കെ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. I'll just show this diagram only. But thank you for trying, by the way. ഏതാ? One, you have the G7. G7 ആരൊക്കെയാ? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK and USA. ഓക്കെ, ഇത്രയും കൺട്രീസ് G7. ഇപ്പൊ G7 ആണ് ഗ്രൂപ്പ് ഓഫ് 7. ആൻഡ് ഇവര് പണ്ട് എന്തോ വലിയ കൺട്രികളായിരുന്നു. ഇന്ന് ഇഫ് യു ലുക്ക് അറ്റ് ജപ്പാൻ, ഇറ്റലി ആൻഡ് ഓൾ, യു നോ ഇതൊന്നും അല്ല. ഇറ്റ്സ് എ വെരി സ്മോൾ ഇക്കോണമി നോ. പക്ഷെ പണ്ട് ഒരു കാലത്ത് ദേ വർ വെരി പവർ. ഓക്കെ, സോ യു ഹാവ് G7. G7 ശരിക്കും പറഞ്ഞാൽ G8 എന്ന് പറഞ്ഞ എന്ന ബോഡി പണ്ടുണ്ടായിരുന്നു, വിച്ച് ഇൻക്ലൂഡ്സ് റഷ്യ. G8 റഷ്യയുടെ സ്വഭാവം കാണിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് റഷ്യ പുറത്താക്കാൻ വേണ്ടിയാണ് അവർ എന്ത് തുടങ്ങിയത്? അവർ G7 തുടങ്ങിയത്. ഓക്കെ, സോ G8 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് G7 പ്ലസ് റഷ്യ. G8 വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സ്ട്രാ വരുന്ന 12 ആൾക്കാരാണ്. ആരാ? G20. ഏതാ? അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, ചൈന, EU, ഇന്ത്യ, ഇന്തോനേഷ്യ, മെക്സിക്കോ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ ആൻഡ് ടർക്കി. ഇവരാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന മേജർ അല്ലെങ്കിൽ എമേർജിംഗ് ഇക്കോണമി. ഓക്കെ, സോ വി ഹാവ്, പ്ലീസ് റിമെമ്പർ, ആരുണ്ട് ഇവിടെ? നമുക്ക് ഇന്ത്യ ഉണ്ട്. പാകിസ്ഥാൻ ഉണ്ടോ? ഇല്ല. ബാംഗ്ലാദേശ് ഉണ്ടോ? ഇല്ല. ഭൂട്ടാൻ ഉണ്ടോ? ഇല്ല. ഇതിന് ഈ ഇന്ത്യ സൈഡിൽ കിടക്കുന്ന വേറെ ആരുണ്ട്? യു ഹാവ് ചൈന ഓൾസോ. ഓക്കെ, സോ അങ്ങനെ പ്ലീസ് റിമെമ്പർ ഈ ഒരു. ആൻഡ് അവർക്ക് എന്തുവാണ്? ദേ ഓൾസോ വാണ്ട് സം റെപ്രസെന്റേഷൻ ഫ്രം ആഫ്രിക്ക. സോ ഹൂ ഡു ദേ ബ്രിങ്? ദേ ബ്രോട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. ഇല്ലേ? ആൻഡ് പ്ലീസ് റിമെമ്പർ EU എന്ന് പറഞ്ഞ ഒരു ബോഡി, ഒരു കംപ്ലീറ്റ് ബോഡിയും എവിടെ ഉണ്ട്? മെമ്പർ ഓഫ് ദി G20. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇഫ് യു ഗോ ത്രൂ ദിസ് ഓൾസോ ട്വൈസ് യു വിൽ റിമെമ്പർ ദിസ്. ഫൈൻ. ഓക്കെ, then G20 കോമൺ ഫ്രെയിംവർക്ക് വഴി നമുക്ക് പിന്നെ അത് അങ്ങോട്ട് വരുമ്പോൾ കാണാം. then UN General Assembly. Yeah, which of the above are members of the Organization of Turkic States? അറിയോ ആർക്കെങ്കിലും? ഇതാരൊക്കെയുണ്ട്? ഇനി ആരില്ല? ആര് കാണൂല ഇവിടെ? ക്രൊയേഷ്യ ഉണ്ടാവില്ല. ക്രൊയേഷ്യ ഇല്ല, അതിന് വരുന്നു. ക്രൊയേഷ്യ ഇല്ല, റൊമേനിയ ഇല്ല. ആരുണ്ട്? യു ഹാവ് ഏതാ? ബേസിക്കലി ടർക്കി പറയുന്ന മെയിൻ ആൾക്കാർ ആരൊക്കെയാ? യു ഹാവ് കിർഗിസ്ഥാൻ, കസാഖ്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, ടർക്കി.
Turkmenistan, Hungary, ഇപ്പൊ എന്താ ഇപ്പൊ ഒബ്സർവർ സ്റ്റേറ്റിലാണ്. ആയിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല, പക്ഷെ ജോയിൻ ചെയ്യും. കണ്ടോ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ നിന്ന് പിക്ക് ചെയ്ത ആർട്ടിക്കിൾസ് ആണ്. സോ ഇങ്ങനെ ഓർത്ത് വെക്കാം. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ എവിടെയെങ്കിലും ഓർഗനൈസേഷൻസോ എന്തിനെ പറ്റി കാണുകയാണെങ്കിൽ ട്രൈ ടു ലൊക്കേറ്റ് ദം ഓൺ ദ മാപ്പ്. ഓക്കെ. സെക്കൻഡ്, ജസ്റ്റ് ഹാവ് എ സ്മോൾ റീഡ് ത്രൂ. ഒന്നും ഇത് എന്തിനാണ് വന്നതെന്ന് കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. This is going to be very helpful when you come to it for your prelims. Okay. Then UN UNCLOS, UN Convention on the Law of Seas. Idum we will see when we come to the topic of the UN. Senkaku Islands. ഇത് എളുപ്പമാണ്, കേട്ടിട്ടുണ്ട് എല്ലാവരും. സെങ്കാക്കു ഈ ഇടയായിട്ട് എപ്പോഴും ന്യൂസിലുണ്ട്. ന്യൂസിൽ വലിയ ന്യൂസ് അല്ലെങ്കിലും കുറെ ദിവസങ്ങളിൽ ഈ ചെറിയ സ്നിപ്പറ്റ്സ് ആയിട്ട് എവിടെ വരും, യൂസ് ടു കീപ് കമ്മിങ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഐലൻഡ് ദാറ്റ് ഇസ്, കണ്ടോ ഈ ഒരു ഐലൻഡ് ദാറ്റ് ലൈസ് ബിറ്റ്വീൻ ചൈന ആൻഡ് ജപ്പാൻ. ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ എന്താണ്, അടി നടക്കുകയാണ്. സെങ്കാക്കു ആരുടേതാണ് എന്നും പറഞ്ഞൊരു അടിയാണ് ഇപ്പൊ നടക്കുന്നത്. സോ സെങ്കാക്കുയുടെ ആൻസർ ഇസ് ബേസിക്കലി ബി. China and Japan have engaged in maritime disputes over these islands in East China Sea. Okay. വീണ്ടും something that is picked out from the news. And ന്യൂസിൽ ഞാൻ പറയാം, വലിയ ന്യൂസ് ആയിരുന്നു. സെങ്കാക്കുല ഒരു വാർ നടന്നില്ല, പക്ഷെ എന്താ ഡിസ്പ്യൂട്ട് ഉണ്ട്. ജപ്പാൻ പോവും, ചൈന പോവും, ജപ്പാൻ വരും, ചൈന വരും, ഇങ്ങനെ മാറി 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 അവർ വന്ന് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡിസ്പ്യൂട്ടിലാണ്. ദിസ് കുഡ് ബി എ ഫ്ലാഷ് പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. What's the flash point? This is where other struggles start from. Struggles, war, tension, ഇതൊക്കെ വരുന്ന എവിടെ ഇതെല്ലാം തുടങ്ങുന്നത് ആ വിളിക്കുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ്. സോ സെങ്കാക്കു ഐലൻഡ് is a flash point in the future, and as of now we have heard a lot of news regarding disputes between China and Japan. This can get serious in the future. Okay? സെങ്കാക്കു ഐലൻഡ് കണ്ടല്ലോ എല്ലാവരും. ഇതും അടുത്ത ന്യൂസ്. ഫോളോയിങ് പേസ് വിച്ച് ഈസ് കറക്റ്റ്ലി മാച്ച്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, there are 4 countries here: ചാഡ്, ഗിനിയ, ലെബനൻ, ടുണീഷ്യ. ഈ 4 കൺട്രിയും എവിടെ ഉണ്ട്? അവർ പറഞ്ഞു, അവരെന്ന് പറഞ്ഞത് ന്യൂസിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ന്യൂസിലുണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. And if you have been following international relations for a couple of, or bilateral relations for a couple of months, you would have understood that ചൈനയ്ക്ക് പുറമെ മിലിറ്ററി ബേസുകളുള്ളത് ചാഡിലല്ല. ഓക്കെ. ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 3 ഓപ്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ആൻസർ ഹിയർ ഇസ് only 3 pairs. ടുണീഷ്യ പ്രസിഡന്റ് എന്ത് ചെയ്തു, പാർലമെന്റ് സസ്പെൻഡ് ചെയ്തു. ലെബനനിൽ ഒരു എക്കണോമിക് ഡിപ്രഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗിനിയിൽ മിലിറ്ററി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ വേൾഡ് ഓവർ നടക്കുന്ന ന്യൂസിൽ തന്നെ എന്തായി വന്നു, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എവിടെ വന്നു, UPSC വന്നു. ദിസ് ഇസ് ഹൗ ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ റിലേഷൻസ് ഹാസ് ബിക്കം ഫോർ UPSC. ഡൗട്ട് ഉണ്ടോ? Okay. Yeah. Again, ന്യൂസിൽ കണ്ട റീജനും കൺട്രി. ഓക്കെ. ഇത് പക്ഷെ വെരി ഡിഫിക്കൽട്ട് ലെവലാണ്. എല്ലാവർക്കും ചിലപ്പോൾ നോക്കിയിരിക്കാൻ പറ്റി കാണില്ല. This we will come to again once we finish off world order. ഓക്കെ. ന്യൂസിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും യു ഹാവ് ഹേർഡ് ഓഫ് 2 regions. You would have heard of Anatolia and Catalonia. Catalonia എവിടെയാണെന്ന് അറിയാമെങ്കിലും
Remember Catalonias? Okay. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞത് നമുക്ക് വേൾഡ് ജോഗ്രഫി കഴിഞ്ഞിട്ട് we will discuss this question once again. Right? Same goes to the next question. That is ഏതാ വെസ്റ്റ് ആഫ്രിക്കയിലെ ഫോളോയിങ് ലേക്സ്. ഇതിൽ ഏതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഡെസേർട്ട് ആയിട്ട് മാറിയത്? ഇത് പക്ഷേ നമുക്ക് വേൾഡ് ജോഗ്രഫിയെക്കാളും യു വിൽ കം ടു ദിസ് വെൻ യു കം ടു ലേൺ അബൌട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഏതാ? കാരണം you might have heard of this thing called UNFCCC. കേട്ടിട്ടുണ്ടോ എല്ലാവരും? എളുപ്പത്തിൽ പറയാം. Have you heard of the Paris climate deal? ഇത് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ തന്നെ ഒരു ലാൻഡ്മാർക്ക് ആണ്. അത് നടക്കുന്ന ആരാ? UNFCCC നടത്തുന്ന ഓരോ മീറ്റിംഗ്സിൽ അവസാനം വന്ന ഒരു 2015 വന്ന ഒരു ഡീലാണ് ഏതാ? പാരീസ് ക്ലൈമറ്റ് ഡീല്. ഇത് കഴിഞ്ഞ വർഷം ഏത് COP 26 മാലിയിൽ നടന്നൊരു കാര്യത്തിൽ they talked about Lake Fagubin. വീണ്ടും കണ്ടോ എന്താണ്? Picking out things from the current affairs. ഓക്കെ, അപ്പൊ ഇത് ഒരു കേസ് സ്റ്റഡി ആയിട്ട്, ലേക്ക് ഫാഗുബിൻ ഒരു കേസ് സ്റ്റഡി ആയിട്ട് UN ഈ കോൺഫറൻസ് തുടങ്ങിയപ്പോ അവിടെ കാണിച്ചിരുന്നു. അപ്പൊ അതിനെ പറ്റിയ ന്യൂസിലുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇത് ബിയോണ്ട് ഒരു ന്യൂസ് ആർട്ടിക്കിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ലേക്ക് ഫാഗുബിൻ കണ്ടോ. അപ്പം which of the following lakes of West Africa has become dry and turned into desert? Answer here is B, Lake Fagubin. Again, from where is also from current affairs of news articles. Okay, so ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവുന്നത്. എന്താ UPSC പ്രിലിംസിൽ 2022 എന്തായിരുന്നു നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. Okay, ഇതേപോലെ I am also going to show an example from mains. Okay, ആണ് 2020 മെയിൻസിലെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 2020 നടന്നൊരു മേജർ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? COVID-19 ആയ പാൻഡമിക് അല്ലേ? അന്ന് 2020 മെയിൻസിൽ ചോദിച്ച ഒരു മെയിൻ ക്വസ്റ്റ്യൻ കണ്ടോ? Examine the role played by WHO in providing global security during the COVID-19 pandemic. അന്ന് കറണ്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ പിക്ക് ചെയ്താണ് അവർ ടോപ്പിക് പൊക്കിയത്. Okay, look at the next question. Indian diaspora has a decisive role to play in the politics and economy of America and European countries. They specifically said what? Comment with examples. അപ്പൊ എക്സാമ്പിൾസ് വെച്ച് കമന്റ് ചെയ്യുക എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? എന്നും UPSC പറഞ്ഞിട്ടുണ്ട്. Again, can you say this is off syllabus? No, this is in the syllabus because Indian diaspora പറ്റി എടുത്ത് നമ്മൾ പഠിക്കണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? UPSCയുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലും ഇന്ത്യൻ ഡയസ്പോറ പ്ലേ ചെയ്യുന്ന ഡിസൈസീവ് റോള്. എക്സാമ്പിൾ ഉണ്ടോ ആർക്കെങ്കിലും? Can you think of something? Who's the vice president of the US?
കേട്ടിട്ടുണ്ടോ എല്ലാവരും കമൽ ഹാരിസ്? Yes, sir. ഇല്ലേ? Yes. അതേപോലെ ഇപ്പൊ മേ ബി ഒരു കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മേ ബി ലെറ്റ്സ് ടോക്ക് അബൌട്ട് യൂറോപ്പ്. UK എന്ന് പറഞ്ഞ കൺട്രിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? UK ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ? ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ? ബോറിസ് ജോൺസൺ. ബോറിസ് ജോൺസൺ എന്തായാലും അവര് പുറത്താക്കി. ഇനി അടുത്ത് നമ്മൾ ആരെ ഇലക്ട് ചെയ്യണം? അവര് ഒരു പുതിയ ഒരാളെ ഇലക്ട് ചെയ്യാൻ പോവാണ്. ഡു യു നോ ഹു ദ ഫ്രണ്ട് റണ്ണർ ഇസ്? Can you imagine? UK has reached a stage where somebody with an Indian origin is actually or might end up becoming the prime minister. US അല്ല അമേരിക്കാസിലെ ഏതാ ലോകത്തിന് one of the biggest economies vice president എന്താണ്? As an Indian root. Somebody, the next prime minister of UK might be having an Indian root. അതേപോലെ talking about so we talk about politics. We also talk about the economy. Economy എന്ന് പറയുമ്പോൾ we can talk about the diaspora and all their contributions to their economies. കണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞ എക്സാമ്പിൾസ് വെച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാം. സോ ദിസ് ഇസ് ഓൾസോ വൈ ഇന്ത്യ ഇസ് വെരി ഇമ്പോർട്ടന്റ് ടുഡേ, ബിക്കോസ് ഇന്ന് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും എന്താണ് ഇന്ത്യൻസിന്റെ കൈ ഇമ്പോർട്ടന്റ് ആണ്. Even if you look at all the global technology firms, most of them are being headed by Indians. Be it Google, be it Microsoft, be it Adobe, എല്ലാം you will see that it is being by Indians. So അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഇനിയിപ്പം നാളെ മറ്റന്നാൾ ആഫ്രിക്ക ആയാലും ഏഷ്യ ആയാലും Indian diaspora will have a huge role to play in most of these countries. Okay? അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ദിവസം കൊണ്ട് ആ വർഷം വന്നു. ഒന്ന് ക്വാഡിനെ ബേസ് ചെയ്ത്, ക്വാഡ് നമ്മൾ എപ്പോഴും ന്യൂസ് കേൾക്കാറുണ്ട്. ക്വാഡ് നാഷണൽ സെക്യൂരിറ്റി ഡയലോഗ് ആണ്. ആരൊക്കെ തമ്മിലാണ്? 4 കൺട്രീസ്. ക്വാഡ് 4 ഏതാ? ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ആൻഡ് USA അല്ലേ? അപ്പൊ ഇവരുടെ കാര്യമാണ് ഏതാ ഒരു ക്വസ്റ്റ്യൻ. അവർ ട്രേഡ് ബ്ലോക്ക് ആയിരുന്നു, അത് ഇനിയിപ്പോ ഒരു മിലിറ്ററി അലയൻസ് മാറുന്നു ഇൻ പ്രസന്റ് ടൈംസ്. ഡിസ്കസ് എന്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് 250 വേർഡ്സിലാണ്. The next question is basically from how Indo-US defense deals are significant over Indo-Russian defense deals. അത് എങ്ങനെ സിഗ്നിഫിക്കന്റ് ആകുന്നു? And how is it significant for the stability of the Indo-Pacific region? So all of this we will actually be seeing when we talk about IAS and bilateral. നമ്മളെല്ലാം കാണും, എല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ വിടുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇപ്പൊ നമുക്കറിയാം. കണ്ടോ, പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും IR ശരിക്കും പറഞ്ഞാൽ ഇസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടന്റ് ഫോർ ഓക്കെ. കുഴപ്പമുണ്ടോ? എനി ഡൗട്ട്സ് ഇല്ലോ? അല്ലെങ്കിൽ വി ക്യാൻ ഗോ ഇൻ ടു സബ്ജക്ട്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? No, sir. ഓക്കെ, പ്ലീസ് റിമെമ്പർ, ഡൗട്ട് ഉള്ളപ്പോൾ ചോദിക്കുക. ചോദിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം കേട്ടോ. ചോദിക്കുക, ആൻഡ് ചോദിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആ രീതിയിൽ നമ്മളിരിക്കുന്നത്. സോ പ്ലീസ് ഡോണ്ട് ബി അഫ്രൈഡ് ടു ആസ്ക്. You have to ask. Unless and until you don't ask, we will never know what you need. Okay? And please you don't have to be shy. Shy ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന കാര്യമല്ല. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം UPSC ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇന്ന് ഷൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ UPSC ക്ലിയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ കാരണം UPSC ക്ലിയർ ചെയ്ത ആൾക്കാർ കണ്ടോണ്ട് പറയുന്നതാണ്. ഇങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ മാറി നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും UPSC ക്ലിയർ ചെയ്യില്ല. You have to know what is your right
and you have to fight for it. So ഇങ്ങനെ മിണ്ടായിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് കുഴപ്പമില്ല, പക്ഷെ it is not going to help you in the future and you are not going to clear UPSC. Okay? Right? Yeah. So we can start with today's topic. And over the next few classes, we are going to learn about India and India's neighborhood. So my first question is, who all are India's neighbors? India ആരുമായിട്ടൊക്കെയാണ് നമ്മൾ ഒരു ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്? ആരൊക്കെയുണ്ട്? ചൈന, വെരി ഗുഡ്. ചൈന ഇസ് എ ഹ്യൂജ് പ്ലെയർ. നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും നമ്മുടെ നെയ്ബറും കൂടെയാണ് അല്ലേ? അടുത്ത പാകിസ്ഥാൻ, വണ്ടർഫുൾ. പാകിസ്ഥാൻ. വേറെ? നേപ്പാൾ, ഗുഡ്. ഭൂട്ടാൻ. പിന്നെ ബംഗ്ലാദേശ്. വേറെ? ആരുണ്ട്? മ്യാൻമാർ. ഓക്കെ. അഫ്ഗാനിസ്ഥാൻ, ഗുഡ്. ഉണ്ട്. എന്താ? ഞാൻ ഒരിക്കലും ബൗണ്ടറി എന്നല്ലേ പറഞ്ഞു, ഞാൻ ലാൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞു. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ആരോ വരും? ശ്രീലങ്ക വരും. മാൽഡീവ്സ് പറയാം. അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രീസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ യു ക്യാൻ സീ ദാറ്റ് വി ഹാവ് ചൈന, വി ഹാവ് ശ്രീലങ്ക, വി ഹാവ് പാകിസ്ഥാൻ, മ്യാൻമാർ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, മാൽഡീവ്സ് ആൻഡ് ബംഗ്ലാദേശ്. നൗ ഇവരെല്ലാം ആയിട്ട് നമുക്ക് നല്ല റിലേഷൻ ഉണ്ടോ? എല്ലാവരോടും നമുക്ക് നല്ല റിലേഷൻസ് ഉണ്ടോ? ഡു വി ഹാവ് ഗുഡ് റിലേഷൻ വിത്ത് ഓൾ ഓഫ് ദീസ് കൺട്രീസ്? ആരൊക്കെ ഇല്ല? ചൈനയും പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇല്ല. ചൈനയായിട്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റുമോ? ചൈനയായിട്ട് നമുക്ക് ഗുഡ് റിലേഷൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഗുഡ് റിലേഷൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? Okay. Who is India's largest trading partner? ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ ശരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, നമ്മൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. Okay, we export a lot of items. What do you think India exports? India എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഏതോ? wheat. Okay, wheat producing maize, but okay, wheat. And you can say agriculture commodities. വേറെ? ഇന്ത്യയുടെ മേജർ എക്സ്പോർട്സ് എന്തൊക്കെയായിരിക്കും? Come on, you can try this. എന്തൊക്കെ വരും? വേറെ എന്താ വരും? വീറ്റ് വരും. ട്രൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല, തെറ്റാലും കുഴപ്പമില്ല. വേറെ എന്തൊക്കെ വരാം? സർവീസസ്. ഇല്ലേ? വെരി ഗുഡ്. എന്ത്?
നമുക്കറിയാം സർവീസ് ഏതുണ്ട്? ഒന്നൊരു IT എക്സ്പോർട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? IT ലോകത്ത് ബിഗ്ഗസ്റ്റ് IT കമ്പനീസിന്റെ കുറെ കമ്പനീസ് എവിടെ നിന്നാണ്? ഇന്ത്യ എന്നാണ്. ആൻഡ് ഇവരെല്ലാരും IT എന്ന് പറഞ്ഞ സർവീസും എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഗുഡ്. ഇപ്പൊ IT നമുക്ക് പറയാം. വേറെന്ത് പറയാൻ പറ്റും? സർവീസ് പറയാം. ഏതോ കോട്ടൺ വേണമെങ്കിൽ എക്സ്പോർട്ട് ഉണ്ട്, പക്ഷെ വലിയ എക്സ്പോർട്ട് അല്ല. കോട്ടൺ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട് കുറെ കേട്ടോ. കോട്ടൺ നമുക്ക് വേണമെങ്കിൽ പൊട്ടിട്ടുണ്ട് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്, കുഴപ്പമില്ല, കിടക്കട്ടെ. വേറെ എന്തൊക്കെ വരാം? ടോക്കിംഗ് അബൌട്ട് മേജർ എക്സ്പോർട്സ്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന എക്സ്പോർട്സ് വേറെ ഏതൊക്കെ വരും? സർവീസസ് പറഞ്ഞു, അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് പറഞ്ഞു, ഏതോ ഫാർമസ്യൂട്ടിക്കൽസ് ഇല്ലേ? നല്ലൊരു എക്സാമ്പിൾ ആണ്. എന്താ? കാരണം ലോകത്ത് കൊടുക്കുന്ന പല മെഡിസിൻസും മിക്കതും പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പൊ അത് മാത്രമല്ല, ഈ ഫാർമസ്യൂട്ടിക്കൽസിന്റെ എക്സ്പെർട്ടീസ് വെച്ചിട്ടാണ് ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്ത്? ഇന്ത്യ വാക്സിൻസ് കൊണ്ട് ഡിപ്ലോമസി നടത്തിയത്. എന്ത് ചെയ്തു? COVID-19 വേണ്ട വാക്സിൻസ് ആരുണ്ടാക്കി? ഇന്ത്യ ഉണ്ടാക്കി. നമ്മൾ പുറത്ത് കൺട്രീസിന്, കുറെ കൺട്രീസിന് ഫ്രീ ആയിട്ട് കൊടുത്തു, കുറെ കൺട്രീസിന് നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്തു. ഓക്കെ, സോ വി could do vaccine diplomacy only because of what? Only because we are a good exporter of pharmaceuticals. Good. Where? Anything else we are good at? India as a country. ഇത്ര ഉള്ളു. നിങ്ങൾക്ക് ഇന്ത്യയെ പറ്റി ഇത്ര അറിയാവുള്ളൂ. വേറെ എന്തൊക്കെയുണ്ട്? ഓട്ടോമൊബൈൽസും പറയാം, ഇല്ല? നമുക്ക് വേറെ മേജർ കൺട്രീസ് ഒക്കെ ഇന്ത്യൻ കമ്പനീസ് വേറെ പല കൺട്രീസിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, I have friends who went to Egypt and they told me they were able to see Tata there. Okay, they were able to see Maruti Suzuki there. Okay, so automobiles നമുക്ക് വേണമെങ്കിൽ പറയാം, because especially Tata എന്ന് പറയുന്ന കമ്പനി has actually I think they're in almost 54 countries എന്ന് തോന്നുന്നു കേട്ടോ, ടാറ്റ കമ്പനി. അതും വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് പറയാൻ പറ്റും. ആൻഡ് ഈ എക്സ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് കൂടുതലും ചെന്നൈ പോർട്ടിൽ നിന്നാണ് കേട്ടോ. നമുക്ക് അതൊക്കെ വീക്കെൻസി ഡിസ്കസ് അങ്ങോട്ട് പോകുന്നത് കുഴപ്പമില്ല. ബട്ട് ഓട്ടോമൊബൈൽസ് വേറെ എന്തൊക്കെ വരാം? Anything else you can think of? Metal exports ഉണ്ട്. Good. Especially iron ore. ഇതിനൊരു കഥ നമുക്ക് പറയാം. ആ കഥ you will come to this when you come to geography. Okay. അല്ല, ഞാൻ ഇപ്പൊ ജസ്റ്റ് കഥ തുടക്കം പറഞ്ഞുതരാം. Have you heard of this place called Kudremukh? ഇല്ല, വേണ്ട. നമ്മൾ അയൺ ഓർ പറഞ്ഞില്ലേ? അയൺ ഓർ മേജർ ആയിട്ട് ഇന്ത്യയിൽ എവിടെ കാണുന്ന ഐഡിയ ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയാണ് നമ്മൾ മേജർ ആയിട്ട് അയൺ ഓർ കാണുന്നത്? അയൺ ഓർ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അവിടെയൊക്കെ. Okay, you can say give me a sec. ഓക്കെ, നമുക്കറിയാം കുറെയൊക്കെ നമ്മൾ ഇവിടെ കാണും, അല്ലേ? ഏതാ? ഛോട്ടാ നാഗ്പൂർ ബെൽറ്റ് എന്ന് പറയുന്ന ബെൽറ്റിൽ നമ്മൾ കാണും. ഇത് ഏതാ? ഇത് ഒരു ഗുഡ് ക്വാളിറ്റി അയൺ ഓർ ആണ്. ബട്ട് ദ ബെസ്റ്റ് ക്വാളിറ്റി അയൺ ഓർ can actually be found here in കർണാടക. അപ്പൊ കർണാടകയിൽ നടന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ശരിക്കും അവിടെ അതിനൊരു എക്സാമ്പിൾ ആണ് കുതിരമുക്ക്. കുതിരമുക്ക് ഒരു സാങ്ച്വറി ആണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. പക്ഷെ അവിടെ നമ്മൾ എന്ത് കണ്ടു? ദ ബെസ്റ്റ് ഗ്രേഡ് ഓഫ് അയൺ ഓർ നമ്മൾ കുതിരമുക്കിൽ കണ്ടു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു കുതിരമുക്കില് അയൺ ഓർ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ അയൺ ഓർ എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന പൈസ വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, അല്ലെങ്കിൽ നമ്മൾ അയൺ ഓർ ഇൻഡസ്ട്രി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ്
പിന്നെ പതുക്കെ എക്സ്പോർട്ട് കുറച്ച് നമുക്ക് ഇൻഡസ്ട്രി വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയിൽ ഫിനിഷ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്ലാൻ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുതിരമുക്കിൽ നമ്മൾ കുഴിച്ചു. കുതിരമുക്കിൽ നല്ല അയണോർ കിട്ടി. ആ അയണോർ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്ത് ക്യാഷ് കിട്ടി. പക്ഷെ എന്ത് പറ്റിയില്ല, ഒരിക്കലും ഫാക്ടറീസിലേക്ക് പോയില്ല. കാരണം എന്താ, ക്യാഷ് വന്നുകൊണ്ടിരുന്നു, ക്യാഷ് കറക്ഷൻ നടന്നുകൊണ്ടിരുന്നു, വീണ്ടും എക്സ്പോർട്ട് നടന്നുകൊണ്ടിരുന്നു. സോ ഇന്ത്യ കുതിരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എപ്പോഴും എന്താണെന്ന് യു കെൻ സീ ദാറ്റ് ദെയർ ആർ എ ലോട്ട് ഓഫ് എക്സ്പോർട്സ്. Okay, so again, we will study this again when we come to geography. Don't worry. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ കേട്ടോ. റൈറ്റ്. സോ മെറ്റൽ എക്സ്പോർട്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. വേറെ എന്തൊക്കെ വരുമായിരിക്കും? ഐ എം ലുക്കിംഗ് ഫോർ 2 answers. Like 2 things that are very. ഏതോ? സോൾട്ട്. ഓക്കെ, അതും വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം. Let's see. You're saying salt. Okay, but I'm looking for things which can actually earn more money, or let's say bigger amount of money, bigger amounts of money. Okay. What do you know about Surat? സൂറത്ത് എന്ന് പറയുന്നത് ഏതോ ടെക്സ്റ്റൈലിന്റെ ഒരു സംഘടന. അല്ല. Have you heard of this thing called? Have you ever heard of Surat being called as the Diamond City? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ ശരിക്കും പറഞ്ഞ സൂറത്തിലൊരു വലിയ ഇൻഡസ്ട്രി ഉണ്ട്. എന്താണ്? ഡയമണ്ട് ഇൻഡസ്ട്രി. അവരെന്ത് ചെയ്യും? അവര് റോ ആയിട്ട് ഡയമണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഡയമണ്ടിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു ഡയമണ്ട് ജുവലറി ആക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. Okay, so please remember, one of the biggest exports that India has is basically gems and jewelry. Okay, there is one more item which actually earns us a little bit more money. ഏതാണെന്നറിയോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഫ്രിക്കയിൽ നിന്നും വേറെ സ്ഥലങ്ങളിൽ നിന്നും എന്ത് വാങ്ങിക്കും? ക്രൂഡ് ഓയിൽ വാങ്ങിക്കും. ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റിഫൈൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യും. നമുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ചീപ്പറാണ്? ഇമ്പോർട്ട് ക്രൂഡ് സാധനം അല്ലെങ്കിൽ നമ്മൾ അൺപ്രോസസ് സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചീപ്പറാണ്. അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്ട്രാ എമൗണ്ട് കിട്ടും, അല്ലേ? സോ അങ്ങനെ ഓർക്കുക, ഇന്ത്യയുടെ മേജർ എക്സ്പോർട്സിൽ വരുന്നത് ശരിക്കും പറഞ്ഞ ഓർക്കുക, വൺ ഓഫ് ദ ബിഗസ്റ്റ് എക്സ്പോർട്സ് ദാറ്റ് ഇന്ത്യ ഹാസ് ബേസിക്കലി ഓയിൽ ആൻഡ് ഓയിൽ പ്രോഡക്ട്സ്, ജെംസ് ആൻഡ് ജുവലറി, സർവീസസ്, ഫാർമ, അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്. കേട്ടോ, ഓട്ടോമൊബൈൽസും ഉണ്ട്, മെറ്റൽ എക്സ്പോർട്സ്, ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട മെയിൻ കാര്യങ്ങൾ, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഓയിൽ എക്സ്പോർട്ട്, ജെം ജുവലറി എല്ലാം. കേട്ടോ, കുഴപ്പമില്ലല്ലോ. Now, this is something that you can actually find in the economic survey. Economic survey എല്ലാവരും പബ്ലിഷ് ചെയ്യുമ്പോൾ they actually come out with a list of items that India exports and India imports. ഇപ്പൊ ഇന്ത്യയുടെ ഇമ്പോർട്ട്സ് എന്തൊക്കെയായിരിക്കും? ഇന്ത്യയുടെ ഇമ്പോർട്ടിൽ വലിയൊരു ശതമാനം എന്തായിരിക്കും? വുഡ് ബി ക്രൂഡ് ഓയിൽ, അല്ലേ? വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? ഇന്ത്യ ഇപ്പം ശരിക്കും വറീഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ട്സ് ഉണ്ട്. എന്തെല്ലാം അറിയോ? ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഗോൾഡ് ഇമ്പോർട്ട്? ഗോൾഡ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഡസ് ഇന്ത്യ പ്രൊഡ്യൂസ് ഗോൾഡ്? ഇന്ത്യയിൽ ഗോൾഡ് പ്രൊഡക്ഷൻ ഉണ്ടോ? I'll ask you a very another question. Did you see the film KGF?
Yes, sir. KGF എന്താണ് കാണിച്ചിരുന്നത്? കർണാടകയിൽ കോളാർ എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ടായിരുന്നു ഇല്ലേ? കോളാറിൽ അവർ എന്താ എക്സ്പോർട്ട് ചെയ്യുന്നത്? Gold. ഗോൾഡ്. പണ്ട് ശരിക്കും പറഞ്ഞാൽ 70s, ഒരു 50s, ഒരു 70s, ആക്ച്വലി ബ്രിട്ടീഷുകാർ വന്ന സമയം തൊട്ട് 70s വരെയൊക്കെ നമുക്ക് വെരി സ്മോൾ എമൗണ്ട്സ്, ആ സിനിമയിൽ കാണുന്ന അത്രയും ഗോൾഡ് ഇല്ല കേട്ടോ, പക്ഷെ സ്മോൾ എമൗണ്ട്സ് ആയിട്ട് എന്തുണ്ടായിരുന്നു? ഗോൾഡ് ഉണ്ടായിരുന്നു. ഗോൾഡ് ഹാസ് ബീൻ ഫൗണ്ട് അറ്റ് കോളാർ ബട്ട് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. അതുകൊണ്ട് തന്നെ ആദ്യം മൈൻ ചെയ്തപ്പോൾ കുഴപ്പമില്ല, പക്ഷെ പിന്നെ അങ്ങോട്ട് മൈൻ ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കേം മോർ കോസ്റ്റ്ലിയർ, വിച്ച് ഇസ് വൈ ടുഡേ കോളാറിൽ മൈനിങ് ഇല്ല. മൈനിങ് ഇച്ചിരി നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മൈനിങ് അല്ലെ, ഇന്ത്യയിൽ കോളാർ കഴിഞ്ഞ് there are other gold fields in India, some in Andhra, some in Telangana and all this. എല്ലാം കൂടെ ഇൻ ടോട്ടൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോൾഡ് is less than 1% of India's consumption. That is more than 99% of the jewelry that you are wearing today, or anybody would be wearing, is actually being imported. ഇന്ത്യയിലെ പ്രൊഡക്ഷൻ ഇല്ല, ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു, എന്താണ്? നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഗോൾഡിൽ കൂട്ടി. അപ്പൊ ഇനി മുതൽ ഗോൾഡ് ഇസ് ഗോയിങ് ടു ബി കോസ്റ്റ്ലിയർ ഇൻ ഇന്ത്യ. ആൻഡ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി, ആ ഇമ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ എന്ത് കാണുന്നത്, എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ് ലൈക്ക് കേരള, വോട്ട് യു ഫൈൻഡിങ് ഗോൾഡ് സ്മഗ്ലിംഗ്. ഓക്കെ, നമ്മള് കേരളത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട് നാളെ മറ്റേ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ബി ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ഓൺ ഗോൾഡ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ you have, when we're talking about India's trade, we're talking about India's exports and imports. We talked about exports and we're going to talk about imports. But ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റം വെച്ചിട്ട് you can actually find out India's trading partners. And ഇന്ത്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു വരുമ്പോൾ എപ്പോഴും രണ്ട് പേര് നമുക്ക് കാണാം. രണ്ടുള്ള കുറെ പേരിലുണ്ട്, പക്ഷെ നമ്മൾ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡിൽ നമ്മൾ രണ്ടുപേരെ എപ്പോഴും കാണാം. അതാണ് ചൈനയും Bangladesh. China and Bangladesh are actually one of the most important people that India trades with. Because നമ്മൾ തമ്മിൽ ഇന്ത്യയും ബാംഗ്ലാദേശും, ഇന്ത്യയും ചൈന നമ്മൾ നടക്കുന്ന ട്രേഡിന്റെ വോളിയം ഇസ് വെരി ഹൈ. ഓക്കെ, ആ വോളിയം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഫോർ എ കൺട്രി ലൈക്ക് Bangladesh, India is exporting more. But for a country like China, India is actually importing. Chinese imports to India is actually very, very, very high. നമ്മൾ കാണുന്ന ഇമ്പോർട്ട്സിൽ, നമ്മളിപ്പം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മെജോറിറ്റി സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. അതിനൊരു നല്ല എക്സാമ്പിൾ പറയാം. നമ്മൾ എക്സ്പോർട്സ് പറഞ്ഞപ്പോൾ യു റിമെമ്പർ വി ടോക്ട് അബൌട്ട് ഫാർമസ്യൂട്ടിക്കൽസ്. അല്ലേ? ബാക്കി ഇപ്പോഴത്തേക്ക് ഡിലീറ്റ് ചെയ്യാണ്. ഫാർമസ്യൂട്ടിക്കൽസ് പറ്റി പറഞ്ഞപ്പോൾ വി ടോക്ക് അബൌട്ട് വാക്സിൻ ഡിപ്ലോമസി ആൻഡ് എവറിത്തിങ്. ബട്ട് ഫാർമസ്യൂട്ടിക്കൽസ് പറയുമ്പോൾ there is a key ingredient that we need. അറിയോ എന്താന്ന്? കേട്ടിട്ടുണ്ടോ? Have you ever heard of this? Have you ever heard of something called API? എന്താണ്? ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ
ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ കഴിക്കുന്ന മരുന്നില്ലേ, ടാബ്ലറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സിറപ്പ് ആയിരിക്കാം, എന്താണെങ്കിലും ഇതിനെല്ലാത്തിനും ഒരു കമ്പോണന്റ് ഉണ്ട് കോൾഡ് API. ആൻഡ് ഈ API ആണ് എന്താണ് നമ്മുടെ അതിന്റെ ആ മരുന്ന്. ശരിക്കും നമ്മുടെ ആ പനി മാറ്റാനോ ഒരു എന്ത് മാറ്റാനുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, അതാണ് API. ഇന്ത്യക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ API ഒട്ടുമില്ല. ഇന്ത്യക്ക് API കുറച്ചുണ്ട്. നമുക്ക് എപ്പോഴും ഒട്ടുമില്ല എന്ന് പറയുമ്പോൾ കുറച്ചുണ്ട്. പക്ഷേ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന കണക്കിന്, അല്ലെങ്കിൽ ഇന്ത്യ വാക്സിൻസ് ഡിപ്ലോമസി ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നല്ല പേരുണ്ടാക്കുമ്പോഴും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എവിടെ നിന്നാണ് വരുന്നത്? വി ആർ ഓൾ കമ്മിങ് ഫ്രം ചൈന. Okay. So even if we might be a good exporter of pharmaceuticals or pharmaceutical products or pharmaceutical services, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഹാസ് ടു ഹാവ് എ ഗുഡ് റിലേഷൻ വിത്ത് ചൈന. Okay. So please remember, in India and India's neighborhood, we have countries like China, Sri Lanka, Pakistan, Myanmar, Nepal, Afghanistan, Bhutan, Bangladesh. And we need to have good relations with all of these countries if India has to have what? If India is supposed to grow. ഇന്ത്യൻ ഇക്കോണമി നമ്മൾ വളർന്ന് വലിയൊരു ഇക്കോണമി മാറണം. വലിയൊരു നമ്മൾ എപ്പോഴും പറയില്ലേ, വി വോണ്ട് ടു ബി എ സൂപ്പർ പവർ, ഓർ വി വോണ്ട് ടു ബി ദ ബിഗസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്, ഓർ ദി മോസ്റ്റ് പോപ്പുലർ ഇക്കോണമി ഇൻ ദ വേൾഡ്. എന്താണെങ്കിൽ ടു ആക്ച്വലി ഡു ദാറ്റ്, one thing you have to remember is you need to have good relations with all of these countries. ഇതിൽ ഏതെങ്കിലും ഒരു കൺട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് തിരിഞ്ഞ് നമ്മളെ അഗൈൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ we are going to have to spend a lot of money actually fighting these people. And the best example ആണ് with Pakistan. Okay. നമ്മൾ പാകിസ്ഥാനായിട്ട് ഫൈറ്റ് ചെയ്ത റിസോഴ്സസ്, അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിലവാക്കിയ കാശ് നമ്മൾ സേവ് ചെയ്തിരുന്നെങ്കിൽ we would have already become a bigger player in the world. Okay, right? But this, I'm gonna start with India and Pakistan. Okay. We are going to talk about India-Pakistan relation. Okay. And നമ്മൾ അറിഞ്ഞ ഒരു കാര്യം, നമ്മൾ എവിടെയെങ്കിലും ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് ബയലാറ്ററൽ പഠിക്കുമ്പോൾ, if you talk about India-Pakistan relation also, remember that it always has two angles. One, you have to talk about what happened in the past. ഈ പാസ്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇപ്പോ എന്ത് നടക്കുന്നു എന്നും എന്തൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ any relation, I'm not just talking about India Pakistan, but I'm talking about India Bangladesh, talking about India China, whatever it is, whichever country we're going to talk about here, we will have to do two angles. We'll always learn about the history first, and from there we'll go to the present. And before that, I want to find out what you know about our neighbor called Pakistan. എന്തൊക്കെ അറിയാം? What do you know about Pakistan? ഒന്നും അറിയില്ല പാകിസ്ഥാനെ പറ്റി? മുഹമ്മദ് അലി ജിന്നയുടെ ഇതല്ലേ? വെരി ഗുഡ്. ആരാ? മുഹമ്മദ് അലി ജിന്ന അവിടുത്തെ ആരാ? ഈസി
ഇവിടെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അത്രേ ഉള്ളൂ. പ്രൈം മിനിസ്റ്റർ അല്ലടാ, എന്താ അവിടുത്തെ ഫാദർ ഓഫ് ദ നേഷൻ. ഹി ഡിഡ്ന്റ് ബിക്കം പ്രൈം മിനിസ്റ്റർ. ഹി വാസ് ബേസിക്കലി, നമ്മൾ ഇവിടെ സി രാജഗോപാലാചാര്യ ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? അപ്പൊ അതേപോലെ ആ റോൾ ആയിരുന്നു ആർക്ക് അവിടെ, മുഹമ്മദ് ജിന്നയ്ക്ക്. ഓക്കെ, സോ മുഹമ്മദ് ജിന്ന വാസ് ആക്ച്വലി ദി ഫാദർ ഓഫ് നേഷൻ. അങ്ങേരാണ് ഇങ്ങേരുടെ പിടിവാശി കാരണമാണ് എന്ത് ക്രിയേറ്റ് ചെയ്തത്, പാകിസ്ഥാൻ. സോ ഇന്ത്യക്ക് ഗാന്ധി എന്ന് പറയുന്നതല്ല, ഇന്ത്യയുടെ ഫാദർ ഓഫ് നേഷൻ ആരാണ്? ഗാന്ധി. ഏതോ അല്ല, പാകിസ്ഥാൻ സെപ്പറേറ്റഡ് ആയത് മൂപ്പര് കാരണമാണല്ലോ. അതെ, അത് തന്നെയാണ് മെയിൻ കാര്യം കേട്ടോ. പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയത് അങ്ങനെ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട മെയിൻ കാര്യം, വി ഷുഡ് നോ ദാറ്റ് ഹി വാസ് ബേസിക്കലി അവിടുത്തെ ഇതായിരുന്നു, ഗവർണർ ജനറൽ ആയിരുന്നു കേട്ടോ. ആദ്യം ഗവർണർ ജനറൽ ആയിരുന്നു. Okay, and he is basically the reason why we have a separate nation called Pakistan. Good, very good point. Where നമ്മുടെ എല്ലാ ഓഫീസിലും നമ്മൾ ഗാന്ധിയുടെ പടം വെക്കൂലേ? അതൊരു അവിടെ വെക്കുന്ന ആരുടെ? അവിടെ വെക്കുന്ന ജിന്നയുടെ പടം കേട്ടോ. ജിന്നയ്ക്ക് പിന്നെ ഭ്രാന്തായി, അത് വേറെ കാര്യം. നമുക്ക് അത് പിന്നെ നമ്മൾ വരുമ്പോൾ കാണാം. ഓക്കെ, ജിന്ന ശരിക്കും പറഞ്ഞാൽ ഈ ബിക്കം എ വിക്ടിം ഓഫ് ഹിസ് ഓൺ ഹേറ്റ്രഡ്. ലൈക്ക് അങ്ങേർക്ക് അവസാനം അങ്ങേർക്ക് ഇനി ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനീസ് അങ്ങനെ പുറത്താക്കി. ബട്ട് ഹി സ്റ്റിൽ കൺസിഡർഡ് ആസ് എ ഫാദർ ഓഫ് നേഷൻ ബിക്കോസ് it was because of his wishes that a separate nation called Pakistan was carved out from India. A good point. വേറെന്തറിയാം പാകിസ്ഥാനെ പറ്റി? 1947 ഓഗസ്റ്റ് 14-നാണ് റിപ്പബ്ലിക്. വെരി ഗുഡ്. ഏതാ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് തൊട്ടല്ല, അവർക്ക് നമ്മളെക്കാൾ ലേറ്റ് ആവാൻ വയ്യ, അവർ നമ്മളെക്കാൾ ഏർലി ആവണമെന്ന് വിചാരിച്ചു. അവർ പറഞ്ഞു നമ്മൾ ഓഗസ്റ്റ് 15 പറയുമ്പോൾ അവർ പറഞ്ഞു എന്നാ പിന്നെ നമ്മൾ ഓഗസ്റ്റ് 14 1947 നമുക്ക് എന്താവാം, നമുക്കൊരു ഇൻഡിപെൻഡന്റ് ഡൊമിനിയനെ മാറാം പറഞ്ഞ അവർ പറഞ്ഞു. ഗുഡ് പോയിന്റ്, വെരി ഗുഡ്. വേറെന്താ പറയാം? വാട്ട് എൽസ് ഡു യു നോ? നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ പാകിസ്ഥാൻ. യെസ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ മേജർ കമ്പൗണ്ട്സ് എവിടെ ഉള്ള ഒരു മേജർ പ്ലേസസ് എല്ലാം എവിടെ? മോസ്റ്റ് മേജർ വൺസ് ആർ ഇൻ പാകിസ്ഥാൻ. ഹരപ്പ ആണെങ്കിൽ മോഹൻജദാരോ ആണെങ്കിൽ ഇതെല്ലാം എവിടെ? ദേ ആർ പ്രസന്റ്ലി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ. ഓക്കെ, അത് പറയാം, അത് പോയിന്റ് ആണ്. ഓക്കെ, വേറെന്തൊക്കെ അറിയാം? നല്ല പോയിന്റ് കേട്ടോ, ഹിസ്റ്ററി അറിയാന്ന് കണ്ടു. വെരി ഗുഡ്. വേറെ എനിത്തിങ് എൽസ്? പാകിസ്ഥാനെ പറ്റി, പാകിസ്ഥാൻ, ഡു യു നോ ദ ക്യാപിറ്റൽ ഇസ്? ക്യാപിറ്റൽ പാകിസ്ഥാൻ ക്യാപിറ്റൽ ഇസ്ലാമാബാദ്. വെരി ഗുഡ്, ഇസ്ലാമാബാദ്. വേറെന്തൊക്കെ അറിയാം പാകിസ്ഥാനെ പറ്റി? പാകിസ്ഥാൻ സീ ഫേസിംഗ് ആണോ? എന്നാ പിന്നെ ഒരു മേജർ പോർട്ട് പറയൂ. നമുക്ക് ബോംബെ ഉള്ള പോലെ അവർക്കൊരു പോർട്ട് ഉണ്ട്. ഏതാ? ട്രൈ ചെയ്തോ? നെയിം അതർ മേജർ സിറ്റീസ് ഇൻ പാകിസ്ഥാൻ. ഏതോ? കറാച്ചി ആണെന്ന് തോന്നുന്നുണ്ടോ? ഇസ്ലാമാബാദ് അല്ലേ? കറാച്ചി ആണോ? ഇസ്ലാമാബാദ് അകത്താ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കാണാം, അത് അങ്ങോട്ട് കാണാം കേട്ടോ. Okay, maybe I can show you the map right now. Wait, give me a sec. Can you see this? കാണാമല്ലോ. ഇസ്ലാമാബാദ് എവിടെയാ? ഇസ്ലാമാബാദ് കണ്ടോ? അതേപോലെ ഇമ്പോർട്ടന്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരുകളാണ്. ഏതാ? കറാച്ചി ഇല്ലേ? കണ്ടോ? കറാച്ചി കണ്ടോ? കറാച്ചി. Then there are other important cities like Lahore,
Peshawar, Muzaffarabad, then നമ്മൾ ഏതോ പെട്ടെ പരി കേൾക്കാറുണ്ട്. And India is also worried about something called Gwadar. Okay, so this is going to be your first map work. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറ്റ്ലസ് എടുക്കുക. അറ്റ്ലസ് എടുത്തിട്ട് to find out the major cities in Pakistan. മേജർ കണ്ടുപിടിക്കാൻ മാത്രമല്ല ചെയ്യേണ്ട അടുത്ത കാര്യം എന്താ? യു ഹാവ് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് ദം ഫ്രം നോർത്ത് തൊട്ട് സൗത്തിലേക്ക് വരുമ്പോൾ ലിസ്റ്റ് ചെയ്യുക. മേളിൽ താഴെ നോക്കുമ്പോൾ ഏത് സിറ്റി ആദ്യം വരും. ഫോർ എക്സാമ്പിൾ, ക്വറ്റ ആണോ സൗത്തിലേക്ക് അതോ ലാഹോർ ആണോ സൗത്തിലേക്ക്? വിച്ച് ഇസ് മോർ സൗത്ത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ? ക്വറ്റയാണോ? ക്വറ്റ തന്നെ അല്ലേ? ക്വറ്റ തന്നെ, കണ്ടോ? വെരി ഗുഡ് ആൻസർ. ക്വറ്റയാണ് സൗത്തിലെ. അപ്പം ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നോർത്തും സൗത്തിലേക്ക് വരുമ്പോൾ സിറ്റീസ് ഏതൊക്കെയാണ്? മുസാഫറാബാദ്, പേഷ്വാർ, ഇസ്ലാമാബാദ്, ലാഹോർ, ക്വറ്റ, ഗ്വാദർ, കറാച്ചി. അപ്പൊ കറാച്ചി ആണോ സൗത്തില് അതോ ഗ്വാദർ ആണോ സൗത്തില്? കറാച്ചിയാണ് മോർ സൗത്ത് ഇല്ലേ? സോ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കാരണം ഈ ലിസ്റ്റ് UPSCക്ക് ഇഷ്ടമാണ്. UPSC ചോദിക്കാറുണ്ട്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അത് പറയും. പേഷാവർ, ക്വറ്റ, ലാഹോർ. അതെ അതെ, ഏതായിരിക്കും? ഒന്ന് പേഷ്വാർ, ക്വറ്റ, ലാഹോർ, പിന്നെ അവരെ പറയും ഇസ്ലാമാബാദ്. ഇപ്പൊ നോർത്ത് സൗത്ത് പറയുമ്പോ എങ്ങനെയായിരിക്കും? ആദ്യം ആരാ വരേണ്ടത്? ആദ്യം പേഷാവാർ, പിന്നെ വരേണ്ടത് ഇസ്ലാമാബാദ്, ദാറ്റ് ഇസ് 4, പിന്നെ വരേണ്ടത് ലാഹോർ 3, പിന്നെ വരേണ്ടത് ക്വറ്റ 4, 2. കണ്ടല്ലോ? അപ്പം ഓപ്ഷൻ 1, 2, 3, 4 എല്ലാം കാണും. നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതായിരിക്കും? 1, 4, 3, 2. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും UPSCക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്ലീസ് കം ഓൺലി വിത്ത് യുവർ അറ്റ്ലസ്. അറ്റ്ലസ് നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിക്കും കേട്ടോ കാര്യങ്ങൾ. ഓക്കെ, റൈറ്റ്? ഓക്കെ, റൈറ്റ്. ഇന്നത്തെ മെയിൻ അജണ്ട എന്താണ്? മാപ്പ് എടുക്കുക, അറ്റ്ലസ് എടുക്കുക. അറ്റ്ലസ് എടുത്തിട്ട് ഫൈൻഡ് ഔട്ട് ദി മേജർ സിറ്റീസ് ഇൻ പാകിസ്ഥാൻ. അതിൽ അറേഞ്ച് ദം ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കം ടു മോർ. കുഴപ്പമില്ലല്ലോ. ഇത് പോകാൻ വരട്ടെ, നമുക്ക് കുറച്ചുകൂടെ പറയാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് പാകിസ്ഥാൻ ലിറ്റിൽ മോർ. ഇനി വാട്ട് എൽസ് ഡു യു നോ അബൌട്ട് പാകിസ്ഥാൻ? ഒരു 3 പോയിന്റ് കൂടെ പറഞ്ഞേ പാകിസ്ഥാനെ പറ്റി. എന്താ അറിയാം? പാകിസ്ഥാനിലല്ല നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്ന പഞ്ചാബീസിന്റെ ഒരു ക്ഷേത്രം വരുന്ന. വെരി ഗുഡ്. നമ്മളിപ്പോ ന്യൂസ് കേൾക്കാൻ പോകുന്നത് എന്താ? സംതിങ് കോൾഡ് കർത്താർപൂർ കോറിഡോർ. ഓക്കെ, അത് നമുക്ക് പഠിക്കാടോ അതിനെ പറ്റി കേട്ടോ. കുഴപ്പമില്ല, വെരി ഗുഡ്. വേറെ, അപ്പോ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോയിന്റ് പറയാൻ എന്താ? ഒരു വലിയൊരു പഞ്ചാബി പോപ്പുലേഷൻ അവിടെ കാണും, പാകിസ്ഥാനിലുണ്ട്. കാരണം എന്താ? പാകിസ്ഥാൻ മാപ്പ് നോക്കുമ്പോൾ അറിയാം, പാകിസ്ഥാനില് നമ്മൾ ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് എന്ന് പറയുമല്ലോ, ഇന്ത്യയിൽ സ്റ്റേറ്റ്സ് ഉള്ള പോലെ പാകിസ്ഥാനിൽ എന്തുണ്ട്? പാകിസ്ഥാൻ ഹാസ് സംതിങ് കോൾഡ് പ്രോവിൻസസ്. ആ പ്രോവിൻസിലെ ഒരു പ്രോവിൻസ് ആണ് ഏതാ? പഞ്ചാബ്. ഇന്ത്യയിൽ ഇവിടെ പഞ്ചാബ് ഉണ്ട്, തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിലും എന്തുണ്ട്? പഞ്ചാബ് ഉണ്ട്. ഓക്കെ, സോ പഞ്ചാബി പോപ്പുലേഷൻ നമുക്ക് അവിടെ കാണാം, നമുക്ക് പാകിസ്ഥാനിൽ കാണാം. വേറെ എനിത്തിങ് മോർ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് എന്തൊക്കെയോ ബന്ധമില്ല അവരുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെയും എന്തൊക്കെയോ അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. സിമിലാരിറ്റീസ് കാണാതിരിക്കില്ല. ഒരു സിമിലാരിറ്റി എന്തായിരിക്കും? അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെയും പ്രൈം മിനിസ്റ്ററും ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്,
പ്രൈം മിനിസ്റ്റർ ആണ് മെയിൻ ഏറ്റവും പവർഫുൾ ആള്, പ്രസിഡന്റ് ജസ്റ്റ് ഡിഫാക്ടോ ഹെഡ് ആണ്. ഉണ്ട്, അത് അവിടെ ഉണ്ട്. അത് ഓക്കെ, പറയാം, കുഴപ്പമില്ല. ഓക്കെ, സോ ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കും. ഏതോ അല്ല ഇല്ല, പറഞ്ഞോടാ, കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, എനിക്ക് സാറിപ്പം പറഞ്ഞ കേട്ടില്ല, ക്ലിയർ ആയില്ല. ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? ഇന്ത്യയിൽ ഉണ്ടല്ലോ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, ഇല്ലേ? ഇന്ത്യയിലെ പ്രസിഡന്റും ഉണ്ട്. ഇന്ത്യയില് പവർ വീൽഡ് ചെയ്യുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ പവർ വീൽഡ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷെ പവർ ആരുടെ പേരിൽ യൂസ് ചെയ്യുന്നു? പ്രസിഡന്റിന്റെ പേരിൽ യൂസ് ചെയ്യുന്നു. സെയിം തിങ് ഹാപ്പൻസ് ഇൻ പാകിസ്ഥാൻ. അവിടെ പവർ ആർക്കാണ്? പവർ ഇരിക്കുന്നത് ആരുടെയില്ല? പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് കേട്ടോ. പ്രസിഡന്റ് പക്ഷെ അവിടെ കുറച്ചുകൂടെ പവർ ഉണ്ട്. ഇന്ത്യയെക്കാളും കുറച്ചുകൂടെ പവർ എവിടെ? പാകിസ്ഥാൻ പ്രസിഡന്റ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ കാണാം, കുഴപ്പമില്ല. റൈറ്റ്? ഓക്കെ, ഇപ്പൊ ഇത് കുഴപ്പമില്ല. We will continue from here tomorrow. Okay. നാളെ വരുമ്പോ രണ്ടു കാര്യം ചെയ്യാം. ഒന്ന്, പ്ലീസ് ബ്രിങ് യുവർ atlas, and second, please do your homework. ഹോംവർക്ക് എന്തായിരുന്നു? ഇവിടെ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? പാകിസ്ഥാനി സിറ്റീസിനെ നമ്മൾ നോർത്ത് സൗത്ത് ഒന്ന് അറേഞ്ച് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. താങ്ക് യു ടുഡേ. ഐ വിൽ സീ യു ഗൈസ് ടുമോറോ ബൈ ദ വേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം. And നാളെ ശരിക്കും we will go into history of India and Pakistan, and from there we'll go into the bilateral relations that we have with them right now. Okay, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. Right. Thank you. Good night. Take care.